വീണ്ടും കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിരന്തരമായിട്ട് അനുഭവിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ശ്രദ്ധയോടുകൂടെ ആയിരിക്കാം. ഇന്ന് രാത്രിയിൽ നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങൾ പഠിച്ചതിൻ്റെ ബാക്കിയായിട്ട് കാര്യങ്ങളെ പഠിക്കുവാൻ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിലയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ നമുക്ക് ഒരു ദൈവത്തോട് കുറേ കൂടി അടുപ്പമുണ്ടാകാൻ, ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ, ആ ദൈവബന്ധം നമുക്ക് കൂടുതൽ ദൃഢമാകാൻ വേണ്ടി, അതിനൊക്കെയാണ് നമ്മുടെ ബൈബിൾ ക്ലാസ് എന്ന് പറയുന്നത്. അല്ലാതെ തലയിൽ കുറച്ച് ഇൻഫർമേഷൻ കയറ്റി വെക്കാൻ വേണ്ടിയുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. രൂപാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ ആ വചനം കൊണ്ട് വേണ്ടത്ര പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നുള്ളതും നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുകയുള്ളൂ. അങ്ങനെ ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് ഒന്നുകൂടെ ഒരു സമർപ്പണത്തോടുകൂടെ, എപ്പോഴും നമുക്കറിയാമല്ലോ, വിത്ത് വിതയ്ക്കുന്നവൻ വിതച്ച് പോയി, പക്ഷേ ഒരേ വിത്ത് തന്നെ വിതയ്ക്കപ്പെട്ടിട്ടും ചിലത് 30, ചിലത് 60, ചിലത് 100 മേനിയും വിളഞ്ഞു. അത് തന്നെ നല്ല നിലത്ത് വീണിട്ട് അത്ര നല്ല നിലത്ത് വീണ് വിത്ത് പോലും 30, 60, 100 മേനിയാണ് വിളഞ്ഞത്. ബാക്കിയുള്ളതൊന്നും എന്താണ് വിളഞ്ഞതേ ഇല്ല, അല്ലെങ്കിൽ അത് വളർന്നതേ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിലമാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്, അല്ലാതെ വിത്തല്ല വ്യത്യാസം ഉണ്ടാക്കുന്നത്. വിത്തെല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷേ ഒരുക്കപ്പെട്ട നിലത്ത് വീഴുമ്പോൾ അത് ഫലവത്തായിത്തീരുന്നു. അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ രൂപാന്തരീകരണത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ കർത്താവ് തീർച്ചയായും പ്രവർത്തിക്കും എന്നുള്ളതിന് സംശയമില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ദൈവം നമ്മളെ പൂർണ്ണമായിട്ട് അറിയുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഡേയിൽ ദൈവം നമ്മളെ അറിയുന്നു, ഏറ്റവും ആഴത്തിൽ നമ്മളെ അറിയുന്നു. എന്നാൽ ഈ അറിവിൻ്റെ ഭാഗത്ത് നമുക്ക് എന്താണ് ഒരു വളർച്ച, അറിവ് ബന്ധങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ല, ബന്ധത്തിന് വ്യത്യാസം ഉണ്ടാകില്ല. ബന്ധത്തിൻ്റെ വളർച്ച ഉണ്ടാകുമ്പോൾ പഴയ കാര്യങ്ങളെ നമ്മൾ മറന്നു പോകാനും പാടില്ല. അപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടാവാണ്, ദൈവം നമ്മളുടെ വീണ്ടെടുപ്പുകാരനാണ്, നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ പ്യൂരിഫയറാണ്, നമ്മെ ശുദ്ധീകരിക്കുന്നവനാണ്, നമ്മുടെ പിതാവാണ്, നമ്മുടെ കാന്തലാണ്. ഇതെല്ലാം ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിവിധമായ ഫേസസ്, വിവിധ വശങ്ങളാണ്, വിവിധ മുഖങ്ങളാണ്. അത് എല്ലാം അറിഞ്ഞു കഴിയുമ്പോഴാണ് ശരിക്കും എന്താണ് ആ ഒരു ആത്മാവിൽ ആ ബന്ധം കൂടുതൽ ദൃഢമാകുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. അത് ഉണ്ടാകുന്നില്ലെങ്കിൽ പ്രയോജനമില്ല. എന്നാൽ അവിടെ നമ്മൾ പഠിച്ചതായ ഒരു പ്രധാന, ഇന്നലെ നമ്മൾ പറഞ്ഞൊരു കാര്യം, പിതാവ് എന്ന നിലയിൽ ദൈവം നമ്മളെ അറിയുന്നു, സൃഷ്ടി എന്ന നിലയിലും ദൈവം നമ്മളെ അറിയുന്നു. സൃഷ്ടി എന്ന നിലയിലാണ് ആദ്യത്തെ അറിവെന്ന് പറയുന്നത്. പക്ഷേ സൃഷ്ടി എന്ന നിലയിൽ ഉള്ള അറിവ് പിതാവ് എന്ന നിലയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ മാറിപ്പോയിട്ട് കാര്യമില്ല. രക്ഷകൻ എന്ന് പറയുമ്പോഴും മാറേണ്ട കാര്യമില്ല. അതെല്ലാം നമുക്ക് എപ്പോഴും ഹൂ ഈസ് ജീസസ് ടു യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീ ഈസ് മൈ എവറിതിങ് എന്ന് പറയാൻ കഴിയണം. എവറിതിങ് എന്ന് ചുമ്മാ അങ്ങ് പറയല്ല. ഹീ ഈസ് മൈ ഫാദർ, ഹീ ഈസ് മൈ ബ്രദർ, ഹീ ഈസ് മൈ ലോർഡ്, ഹീ ഈസ് മൈ റിഡീമർ. എല്ലാ ബന്ധങ്ങളും ഒരുമിച്ച് പോകണം. അതിനെ മുറിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. പലപ്പോഴും ഉണ്ടാകുന്നത്, ഇന്ന് യേശുവിനെ ഒരു സഹായകൻ എന്ന നിലയിലാണ് ആളുകൾ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതാണ് ഞാൻ ഇന്നലെ അവസാനം പറഞ്ഞൊരു കാര്യം. സഹായകനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. പക്ഷേ ഒരു സഹായകൻ എന്ന നിലയിൽ മാത്രം യേശുവിനെ മനസ്സിലാക്കുന്നതിനകത്ത് അർത്ഥമില്ല. അവൻ സൃഷ്ടാവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, രക്ഷകനാണെന്നുള്ളത് മനസ്സിലാക്കണം, കർത്താവാണെന്നുള്ളത് മനസ്സിലാക്കണം. പല അത് ആത്യന്തികമായി അവൻ അപ്പോഴാണ് നമുക്ക് നമ്മളെ എല്ലാമാണെന്ന് പറയാൻ കഴിയുന്നത്. പക്ഷെ ഈ ബന്ധമുണ്ടാകുമ്പോൾ അവനെ അങ്ങോട്ട് ആഴത്തിൽ അറിയാനുള്ള വലിയ ഒരു അഭിവാഞ്ച നമുക്കുണ്ടാകും. അത് തന്നെയല്ല, സ്വപുത്രൻ്റെ ആത്മാവിനെ എന്ന് നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞ കാര്യം നമ്മൾ മറക്കരുത്. അതായത് യേശുവിന് ദൈവത്തോടുണ്ടായിരുന്ന ബന്ധം എങ്ങനെയാണോ അതേപോലെ തന്നെയുള്ള ഒരു ബന്ധത്തിൽ നമുക്കും വളർന്നു വരുവാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, സൃഷ്ടി എന്ന നിലയിൽ തന്നെ എടുത്താൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ തന്നെ അവൻ നമ്മുടെ സൃഷ്ടാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ സൃഷ്ടാവ് എന്ന് പറയുമ്പോൾ അവൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, ബാക്കി എല്ലാത്തിനെയും സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചത് അവന് വേണ്ടിയാണ്. ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. അതുകൊണ്ടാണ്
എല്ലാ സൃഷ്ടിയുടെയും ഒടുവിലാണ് ദൈവം ആരെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ ഇപ്പം നമ്മളിപ്പോൾ ഒരു കുഞ്ഞുണ്ടാകുമ്പോഴത്തേക്ക് കുഞ്ഞിന് വേണ്ടതെല്ലാം ഒരുക്കി വെക്കുന്നത് പോലെ, കുഞ്ഞുണ്ടായി കഴിയുമ്പോഴല്ലല്ലോ നമ്മൾ ബേബി ക്ലോത്ത് വാങ്ങിക്കാനൊക്കെ പോകുന്നതൊക്കെ. അതിന് മുമ്പേ തന്നെ ഈ കുഞ്ഞിനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കുഞ്ഞിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നത് പോലെ. അത് മാനുഷികമായിട്ട് ഞാൻ പറയുകയാണ്. എന്നതുപോലെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യന് വേണ്ട മുഴുവൻ കാര്യങ്ങളെയും അവൻ ഒരുക്കി വെച്ചു. മുഴുവൻ കാര്യങ്ങളെയും. എന്തിനാണ് ദൈവം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും ഉത്തരവില്ല, മനുഷ്യന് വേണ്ടിയാണ്. എന്തിനാണ് മരങ്ങളെയും വൃക്ഷഫലങ്ങളെയും എല്ലാം അവൻ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫോർ മാൻ. എന്തിനാണ് മൃഗങ്ങളെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ മനുഷ്യന് വേണ്ടി. എന്തിനാണ് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് വേണ്ടി. എല്ലാത്തിനെയും അവൻ സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 8 നമ്മൾ കൃത്യമായിട്ട് പഠിക്കുമ്പോൾ, ഇതിനെല്ലാം ഓർക്കുമ്പോൾ മാനുഷികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെന്തില്ല? മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം, എങ്കിലും നീ അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. തേജസ്സും ബഹുമാനവും. ആ ഓരോ വാക്കുകൾക്കും കൃത്യമായ അർത്ഥമുണ്ട്. അവന് ഇതിൻ്റെ മേലെല്ലാം ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. സകലത്തിൻ്റെ മേലും വാഴുവാൻ സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയെന്നാണ് എഴുതിയിരിക്കുന്നത്. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കി. അതിൻ്റെ മേൽ അധികാരം. അവൻ്റെ മേളിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് ദൈവം. മനുഷ്യന് മുകളിൽ ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ദൈവം. ബാക്കിയെല്ലാം അവൻ്റെ കാൽ കീഴിലായിരുന്നു. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇന്ന് അങ്ങനെയാണോ എന്നുള്ളത് അങ്ങനെ മനുഷ്യൻ പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സകലതും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. ദൈവത്തിന് വേണ്ടിയാണ്. ആ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ അവിടെയാണ് സൃഷ്ടാവെന്ന നിലയിൽ, സൃഷ്ടി എന്ന നിലയിൽ ദൈവം എന്നെ അറിഞ്ഞു. എന്നാൽ സൃഷ്ടാവെന്ന നിലയിൽ ഞാൻ ദൈവത്തെ പലപ്പോഴും അറിഞ്ഞില്ല. അതാണ് നമ്മൾ പിന്നീട് കാണുന്നതായ ചരിത്രം, ഉൽപ്പത്തി പുസ്തകത്തിലെ ചരിത്രം തന്നെ. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ പല കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർക്കേണ്ടതാണ്. റോമാലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ റോമാലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ, റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. ദൈവത്തെ, ഫോർ വാട്ട് ക്യാൻ ബി നോൺ അബൌട്ട് ഗാഡ് ഈസ് പ്ലെയിൻ ടു ദം. അപ്പോൾ നമ്മൾ ദൈവം നമ്മളെ സൃഷ്ടി എന്ന നിലയിൽ അറിയുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തെ സൃഷ്ടാവ് എന്ന നിലയിൽ അറിയണം. നമ്മളെ ദൈവം സൃഷ്ടി എന്ന നിലയിൽ അറിയുന്നുവെങ്കിൽ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? സൃഷ്ടാവ് എന്ന നിലയിൽ അറിയണം. എല്ലാ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമെന്ന് പറയുന്നത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ്. ഒരു ബന്ധവും ഒരു വൺ വേ ആയിട്ട് വരത്തില്ല. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. നമ്മൾ സൃഷ്ടിയാണെങ്കിൽ അവൻ ആരാണ്? സൃഷ്ടാവാണ്. സൃഷ്ടാവ് എന്ന നിലയിൽ തന്നെ ദൈവത്തെ അറിയണം. ഇസ്രായേലിന് പറ്റിയൊരു പ്രശ്നം സൃഷ്ടാവെന്ന നിലയിൽ അറിഞ്ഞില്ല, യുദ്ധവീരനായിട്ട് അവനെ അറിഞ്ഞു. അതുകൊണ്ട് യുദ്ധം ജയിക്കാൻ അവരെ യഹോവയെ ആശ്രയിക്കുമ്പോൾ തന്നെ കൃഷി നന്നാക്കാൻ വേണ്ടി അവർ ആരെ ആശ്രയിച്ചു? ബാലിനെയും അശേരയും ആശ്രയിച്ചു. അതാണ് അവർക്ക് പറ്റിയൊരു പാളിച്ച. അവർക്ക് ദൈവത്തെ മൊത്തമായിട്ട് അവർ കണ്ടില്ല എന്നുള്ളതാണ്, അറിഞ്ഞില്ല. ഇന്നും പലപ്പോഴും ക്രൂസൈഡ് പ്രീച്ചേഴ്സിനെല്ലാം പറ്റുന്ന പ്രശ്നം ഇതാണ്. സഹായകൻ എന്ന നിലയിൽ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ക്രൂസൈഡ് പ്രീച്ചർ പാപങ്ങളെ ശിക്ഷിക്കുന്നവൻ എന്ന നിലയിൽ ഒരിക്കൽ പോലും പരിചയപ്പെടുത്തുന്നില്ല. വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിൽ പരിചയപ്പെടുത്തുന്നില്ല. നമ്മളെ അറിയുന്ന, നമ്മളെ ഇരിപ്പിനെയും കിടപ്പിനെയും നടപ്പിനെയും എല്ലാം അറിയുന്ന, നോക്കുന്ന, കണക്ക് ചോദിക്കുന്ന ഒരു ദൈവം എന്ന നിലയിൽ ക്രൂസൈഡുകാരൻ പരിചയപ്പെടുത്തുന്നില്ല. ആകെപ്പാടെ പറയുന്നത് നിനക്ക് കാറ് വേണോ, വീട് വേണോ, എന്തോ വേണമെങ്കിലും ഇപ്പോൾ തരാനായിട്ട് യേശു ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഈസ് റോങ്. അത് ബ്രെഡിൽ ജാം പുരട്ടി കൊടുക്കുന്ന പോലാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. മോൻ കാർലോസ് ഓൾഡീസ് പറഞ്ഞൊരു വാചകമാണ്. പിള്ളേർക്ക് ബ്രെഡിൽ ജാം പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരല്ലയോ, പിള്ളേർ ബ്രെഡ് തിന്നത്തില്ല, പിള്ളേർ എന്തേ തിന്നത്തുള്ളൂ? ജാം നക്കി തിന്നും എന്ന് പറഞ്ഞതുപോലെ ഈ ക്രൂസൈഡിന് വരുന്ന സാധാരണക്കാരെല്ലാം ഈ യേശുവിൻ്റെ ആ സ്വീറ്റ് പാർട്ട് തിന്നേച്ച് യേശുവിനെ തിന്നാതെ പോകും, യേശുവിനെ കഴിക്കാതെ പോകും. അങ്ങനെയല്ല, യേശുവിനെ കൊടുക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടായിരിക്കണം, കംപ്ലീറ്റ് ആയിട്ട്.
അത് പിന്നീട് പഠിപ്പിച്ചോളാമെന്ന് നീ പറഞ്ഞാൽ ചില ആളുകൾ പറയും ആദ്യം ബ്രദറെ ഒന്ന് വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് യേശുവിൻ്റെ കർത്തൃത്വമോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ പഠിപ്പിക്കാം. ജീവിതത്തിൽ നടക്കത്തില്ല. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ജാം മാത്രം തിന്നുന്ന പിള്ളേർ ജാമേ തിന്നത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ജാം തിന്ന് പിള്ളേർക്ക് ജീവിക്കാൻ പറ്റുകയില്ല. ജാം തിന്ന് പിള്ളേർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ജീവിക്കണമെങ്കിൽ ബ്രെഡ് കഴിക്കണം, ആഹാരം കഴിക്കണം. അതുപോലെ ഈ പറയുന്ന പ്രോസ്പെരിറ്റിയും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ആത്മീകമായി ജീവിക്കുകയില്ല, വളരുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് യേശുവിനെ മുറിച്ചു കൊടുക്കരുതെന്ന്. യേശുവിനെ മുറിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. യേശുവിനെ ഹോളിസ്റ്റിക്കായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. സൃഷ്ടി എന്ന നിലയിൽ തൊട്ട് മുകളിലോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. ഫോർ വാട്ട് ക്യാൻ ബി നോൺ അബൌട്ട് ഗാഡ് ഈസ് പ്ലെയിൻ ടു ദം. വാട്ട് ക്യാൻ ബി നോൺ, അറിയാവുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയത്തില്ലെന്ന് തന്നെയാണ്. നമ്മളുടെ കപ്പാസിറ്റിയൊക്കെ അത്രയൊക്കെ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അറിയാൻ കഴിയാത്ത പല കാര്യങ്ങളും ഉണ്ട്. ഹ്യൂമൻ മൈൻഡിന് മനസ്സിലാക്കാൻ കഴിയാത്തതായ പല കാര്യങ്ങളും ദൈവത്തിനുണ്ട്. ഹ്യൂമൻ മൈൻഡിന് റീസൺ അത് എല്ലാം യുക്തിപരമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അത് പിന്നെ അതൊരു ദൈവമല്ല. ദൈവത്തിൻ്റെ കാര്യങ്ങൾ, പല കാര്യങ്ങൾ അറിയാൻ വയ്യാത്ത കാര്യങ്ങളുണ്ട്. ആ അറിയാൻ വയ്യാത്ത കാര്യങ്ങളെ, മറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളെ അത് ആ നിലയിൽ തന്നെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാം ഒന്നും അറിഞ്ഞിട്ടല്ല നമ്മൾ ആരും ഒന്നും വിശ്വസിക്കുന്നതും നമ്മൾ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതും ഒന്നും ഒരിക്കലും ആ രീതിയിലല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള കപ്പാസിറ്റി നമുക്കില്ല. ഞാനൊരിക്കൽ ഒരു ആളോട് സുവിശേഷം പറയാനെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് അക്സെപ്റ്റ് ചെയ്യാതെ. ഞാൻ പറഞ്ഞു, എന്ത് കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയാതെ? ഉദാഹരണം ട്രിനിറ്റി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, മനസ്സിലാക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ട്രിനിറ്റിയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഇംഗ്ലീഷിൽ ഇങ്ങനൊരു ഇതുണ്ട്, ഇഫ് യു ട്രൈ ടു എക്സ്പ്ലെയിൻ ട്രിനിറ്റി യു ആർ ഗോയിങ് ടു ലൂസ് യുവർ മൈൻഡ്. ഇഫ് യു ട്രൈ ടു എക്സ്പ്ലെയിൻ ഇറ്റ് അവേ യു ആർ ഗോയിങ് ടു ലൂസ് യുവർ സോൾ. നീ ട്രിനിറ്റിയെ അനലൈസ് ചെയ്യാനായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് ആ ചൂട് പിടിക്കുകയുള്ളൂ. ഇതൊക്കെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പരിശ്രമിച്ചാൽ. ഇനി അങ്ങനൊന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നിൻ്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതും കഴിയാത്തതുമായ കാര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ എല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു ബന്ധം ഉണ്ടാക്കൂ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഈ സെയിൻറ്റ് അഗസ്റ്റിൻ ഒരിക്കൽ, അഗസ്റ്റിൻ്റെ ഒരു സ്റ്റോറിയുണ്ട്. അഗസ്റ്റിൻ ക്രിസ്തീയ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും അനാലിസിസിൽ തോമസ് അക്വിനാസൊക്കെ ആയിരിക്കും, പക്ഷേ ആദ്യ കാലയളവിൽ ഏറ്റവും നന്നായിട്ട് ബിബ്ലിക്കൽ ട്രൂത്ത്സിനെ അനലൈസ് ചെയ്തതായ ഒരു വ്യക്തിയാണ് സെയിൻറ്റ് അഗസ്റ്റിൻ. അപ്പോൾ സെയിൻറ്റ് അഗസ്റ്റിൻ ഒരിക്കലും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് നിൻ്റെ ആ ബീയിങ്ങിൻ്റെ, നിൻ്റെ സ്വത്വത്തിൻ്റെ ആ അർത്ഥതലങ്ങളൊക്കെ എന്നെ അറിയിച്ചു തരണം, എനിക്കത് മനസ്സിലാക്കണം. ദൈവം അഗസ്റ്റിനോട് പറഞ്ഞു, അഗസ്റ്റിൻ, നിനക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. ഇല്ല, എന്നാലും ബുദ്ധിപരമായിട്ട് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ചിന്ത, അതുകൊണ്ട് നീ എനിക്കത് വെളിപ്പെടുത്തി തരണം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ നടന്നു പോയ കൂട്ടത്തിൽ സമുദ്രതീരത്തോട് നടക്കുമ്പോഴത്തേക്ക് രണ്ട് പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുക. അവർ ഈ സീ ഷെൽസ് എടുത്തിട്ട് ഒരു കുഴി കുഴിച്ചിട്ട് ഈ കക്കായുടെ തോട് എടുത്ത് ഒരു കുഴി കുഴിച്ചിട്ട് സമുദ്രത്തിൽ നിന്ന് വെള്ളം ഈ കക്കാത്തോടിനകത്തൊഴിച്ച് ഈ കുഴിയിലേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നു. ഉടനെ അഗസ്റ്റിൻ ചോദിച്ചു, കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തോ കാണിക്കുന്നത്? ഉടനെ പറഞ്ഞു, അത് വി ആർ ഗോയിങ് ടു ട്രെയിൻ ദിസ് സീ ആൻഡ് ഫിൽ ദിസ് പിറ്റ്. ഞങ്ങൾ സമുദ്രം വറ്റിച്ച് ഈ കുഴി നിറയ്ക്കാൻ പോവാണ്. ഉടനെ അഗസ്റ്റിൻ പറഞ്ഞു, അങ്ങനൊന്നും പറ്റത്തൊന്നുമില്ല, സമുദ്രമൊന്നും ഈ കുഴിയിലോട്ട് ഒഴിച്ചൊന്നും നികത്താൻ പറ്റുന്ന കാര്യമൊന്നും അല്ല. ഉടനെ അവർ പറഞ്ഞു, നോ, വി ആർ ട്രൈങ് ആൻഡ് വി വിൽ ഡു ദാറ്റ്. ഉടനെ കർത്താവ് അഗസ്റ്റിനോട് പറഞ്ഞു, ഇതുപോലെയുള്ളടാ നീയും. നീ ദൈവത്തിൻ്റെ അഗാധമായ പരിജ്ഞാനമൊക്കെ നിൻ്റെ ഇച്ചിലയില്ലാത്തൊരു ബ്രെയിനകത്തോട്ട് കയറ്റാൻ പരിശ്രമിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല എന്ത് ദൈവത്തിൻ്റെ സ്വത്വം എന്ന് പറയുന്നത്. പക്ഷേ അറിയാവുന്നത് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. അത്രയും മതിയെന്നേ, അതിൽ കൂടുതൽ ആവശ്യമില്ല. നമ്മളിപ്പോൾ എപ്പോഴും എയർപ്ലെയിനിൽ കയറി നടക്കുന്നു. ഈ ഓരോ പ്രാവശ്യം ഫ്ലൈറ്റ് കയറുമ്പോൾ പൈലറ്റ് വന്നിട്ട് നമ്മളോട് സീറ്റ് ബെൽറ്റ് ഇടണമെന്നൊക്കെ പറയുന്നുള്ളതല്ലാതെ ഈ എന്താണ് ഈ ഫ്ലൈറ്റ് എങ്ങനെയാണ് ഓടുന്നത്, എങ്ങനെയാണ് വെലോസിറ്റിയും എനർജിയും
എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള, അല്ലെങ്കിൽ മാസും വെലോസിറ്റി ഇതൊക്കെ തമ്മിലുള്ള റിലേഷനും ഒക്കെ നമ്മളോട് ഫിസിക്സ് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണോ നമ്മൾ ഇതിനകത്ത് കയറിയിരിക്കുന്നത്? ഒന്നുമല്ല. നമുക്ക് അറിയാം ഇതൊന്നും എൻ്റെ തലയിലൊന്നും കയറുന്നതല്ല. ഒരു കാര്യം അറിയാം, അയാളൊരു പൈലറ്റ് ആണെങ്കിൽ നമ്മളെ അപ്പുറത്ത് കൊണ്ടുവരില്ലും, വലിയ കുഴപ്പമൊന്നുമില്ലാതെ മാനുഷികമായിട്ട് അതൊക്കെ അയാൾ ചെയ്തോളും. അയാൾക്കറിയാം ഏത് സ്പീഡിൽ പോകണം, ഏത് സ്പീഡിൽ പോയാലാണ്, എത്ര ഡിഗ്രി ചരിഞ്ഞാലാണ്, ഇതൊക്കെ ഒന്നും പുള്ളിക്കറിയാം. എനിക്കിതൊന്നും അറിയില്ല. ഇതൊന്നും ഇതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ ആ വന്ന മോനോട് പറഞ്ഞ കാര്യം ഇതാണ്, എടാ ഇതുപോലെ ഇതെല്ലാം അറിഞ്ഞിട്ട് നീ പ്ലെയിനെ കയറുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ കാര്യമൊന്നുമല്ല, അത് നടക്കത്തില്ല അല്ലേ? അതുകൊണ്ട് എന്താണ്, ദൈവത്തെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ കർത്താവ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ദൈവത്തെ അറിയുകയാണ്. പക്ഷെ അത് ബുദ്ധിപരമായ ഒരു അറിവ് അല്ല. ദൈവം സൃഷ്ടാവാണെന്നുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള യാഥാർത്ഥ്യം പോലും ഇൻ്റലിജൻസിലല്ല നമ്മൾ അറിയുന്നത്, അല്ല, വിശ്വാസത്താലാണ്. നമ്മൾ എബ്രായലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ ഇതിൻ്റെ ആധാരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണെന്നുള്ളത് നമ്മൾ വിശ്വാസത്താൽ അറിയുന്നതാണ്. വിശ്വാസത്താലാണ്. സൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണെന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? ഇറ്റ്സ് ബൈ ഫെയ്ത്ത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പരിശ്രമിച്ചിട്ടുമില്ല. കാര്യം ദൈവം വെളിപ്പെടുത്താത്ത ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ കോളേജിൽ 10 വർഷത്തോളം കോളേജുകളിൽ സ്റ്റുഡൻസുകളിലേക്ക് വർക്ക് ചെയ്തതാണ്. അന്നെല്ലാം ഈ അപ്പോളജറ്റിക്സ് ഒക്കെ ഒത്തിരി തലേ കയറ്റി എല്ലാം നടന്നതാണ്. ആരെന്തോ ചോദിച്ചാലും 2 വർത്തമാനം തിരിച്ചു പറയാൻ കഴിയുമെന്നുള്ള ഒരു അഹങ്കാരമൊക്കെ കുറച്ച് നാൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ മനസ്സിലാക്കിയത്, ഞാൻ ഇങ്ങനെ ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ മനസ്സിലാക്കാൻ പരിശ്രമിച്ചപ്പോൾ നമുക്കൊരു നാച്ചുറലി മനസ്സിലിങ്ങനെ തോന്നി, ഇങ്ങനെ ചുമ്മാ വഴിയെ നിന്ന് സുവിശേഷം പറഞ്ഞാൽ പറ്റത്തില്ല. പറയുകയാണെങ്കിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെ റാഷണലായിട്ട് മനുഷ്യനെ ബോധ്യമാക്കി കൊടുക്കണം, എന്നാലേ ആളുകൾ വിശ്വസിക്കത്തുള്ളൂ. ചില പിള്ളേരൊക്കെ ഇത് കേട്ട് നമ്മൾ പറയുന്ന സയൻസും ഒക്കെ കേട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചു, അടുക്കി പറഞ്ഞാലേ എന്താ ബുദ്ധിപരമായിട്ട് ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്താലേ ഇവർക്ക് ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ വേണം സുവിശേഷം പറയാനെന്ന് ഞാൻ ചിന്തിച്ചിരുന്ന കൂട്ടത്തിൽ കർത്താവിനോട് പറഞ്ഞു, നിനക്കൊരു ചിന്തയുണ്ട്, അല്ലെങ്കിൽ നീ ചിന്തിക്കുന്നത് ശരിയാണെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? എന്താ, നീ ബുദ്ധിപരമായി ഇതൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇവരൊക്കെ ഇത് അക്സെപ്റ്റ് ചെയ്തത് എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? പിന്നെ ഞാൻ കർത്താവ് പറഞ്ഞു, കർത്താവ് അതിനകത്തും കാര്യമില്ലയോ? പിന്നെ കർത്താവ് പറഞ്ഞു, ഒരു കാര്യമില്ല. പിന്നെ പറഞ്ഞു, അതെന്താ? കർത്താവ് പറഞ്ഞു, ഒരു കാര്യം നീ മനസ്സിലാക്കണം, I was gracious to you always, not to send intelligent people to you. ഓക്കെ, ഇതുവരെ ബുദ്ധിയുള്ളവരെ ഒന്നും നിൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിടാഞ്ഞത് ഞാൻ നിന്നോട് കാണിച്ച കരുണയാണെന്ന് നീ ചിന്തിച്ചാൽ മതി. നീ ഈ കോളേജിലെ പിള്ളേരുടെ അടുത്ത് 2 ഇക്വേഷനും മറ്റേതും മറിച്ചതും ഒക്കെ പറഞ്ഞ് സയൻസും ഹിസ്റ്ററിയും ഫിലോസഫിയും പറഞ്ഞ് അവരെ വിരട്ടാൻ നോക്കിയെന്നുള്ളതല്ലാതെ ബുദ്ധിയുള്ളവൻ്റെ അടുത്ത് വല്ലതും നീ സംസാരിച്ചിട്ടുണ്ടോ? അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത്, ഇത് ഞാൻ വെളിപ്പെടുത്തിയാലേ പറ്റുള്ളൂ. നമ്മൾ സൂര്യനെ കാണുന്നത് എങ്ങനെയാണ്? സൂര്യനെ കാണുന്നത് ആരും ടോർച്ച് അടിച്ചല്ല സൂര്യനെ കാണുന്നത്. ആരെങ്കിലും ടോർച്ച് അടിച്ച് സൂര്യനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മൾ സൂര്യനെ കാണുന്നത് സൂര്യൻ്റെ പ്രകാശത്തിലാണ്. സൂര്യൻ്റെ വെളിച്ചത്തിലേ നമുക്ക് സൂര്യനെ കാണാൻ കഴിയുള്ളൂ. എന്നതുപോലെ ദൈവം വെളിപ്പെടുത്താത്തിടത്തോളം കാലം ഒരു കാരണവശാലും ദൈവത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാനായിട്ട് കഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവം അവർക്ക് വെളിപ്പെടുത്തി. പക്ഷേ അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ഉള്ളതാണ്, അതായത് റോമാലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിരുന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അപ്പോൾ എന്താണ് അവിടെ ഉണ്ടായ പ്രശ്നം? എന്താണ്? അവർ ദൈവത്തെ അറിഞ്ഞില്ലെന്നുള്ളതല്ല, ദൈവത്തെ അറിഞ്ഞിട്ടും അവർ റിബല്യസായി. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. 1 ഇഗ്നറൻസ് ഉണ്ട്, 2 റിബല്യനുണ്ട്. അജ്ഞത കൊണ്ട് ദൈവത്തെ അറിയാത്ത ആളുകളുണ്ട്, റിബല്യൻ കൊണ്ട് ദൈവത്തെ അറിയാത്ത ആളുകളുണ്ട്. അതായത് മത്സരം കൊണ്ട് ദൈവത്തെ അജ്ഞതയിൽ അറിയാൻ കഴിയാതിരുന്ന ആളുകളുണ്ട്. വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ്, വഴി തെറ്റിപ്പോകുന്നവരുമുണ്ട്, തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നവരുമുണ്ട്. ഇങ്ങനെ തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്ന അതുകൊണ്ട് അവിടെയാണ് റിബല്യൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല സമയത്തും ഇത് 2 ഒരുപോലെ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിനകത്തെ യാഥാർത്ഥ്യം.
ചിലപ്പോൾ നമുക്ക് വഴി അറിയാൻ വയ്യാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാൻ വയ്യാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ കർത്താവിനെ പിൻപറ്റുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ സ്പിരിച്വൽ ഇഗ്നറൻസ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവിശ്വാസികളുടെ കണ്ണ് ഈ ലോകത്തിന് ദൈവം കുരുടാക്കിയിരിക്കുന്നു. അങ്ങനെ ബാക്കി എന്തെല്ലാം ബുദ്ധി ഉണ്ടെങ്കിലും ആത്മീക കാര്യങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പലർക്കും ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ലെന്നാണ് ഇപ്പോൾ അറിയായ്മയുടെ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന് 30-ാം വാക്യത്തിൽ, ഇപ്പോൾ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ല. സ്പിരിച്വൽ ഇഗ്നറൻസിൻ്റെ ഒരു കാലഘട്ടത്തെ കർത്താവ് കണക്കാക്കുന്നില്ല. പക്ഷെ കർത്താവ് സംസാരിക്കുന്നു. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് കൽപ്പിക്കുന്നു. ആ കൽപ്പന അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ റിബല്യസ് ആകുന്നതായ ഒരു അവസ്ഥ, അതായത് ആദ്യം തൊട്ട് സംഭവിക്കുന്ന കാര്യം, ആദാമിനും ഹവ്വായിക്കും അവരുടെ സൃഷ്ടാവിനെ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, സൃഷ്ടാവിനെ അറിയാമായിരുന്നിട്ടും അവരെന്ത് ചെയ്തു? സൃഷ്ടാവിനെ ഇട്ടിട്ട് പോയി എന്നുള്ളതാണ്. ഇട്ടിട്ട് പോയി. റിബല്യൻ എന്ന് പറയുന്നത് അറിഞ്ഞ ദൈവത്തെ ഇട്ടേച്ചു പോകുന്നതാണ്. റിബല്യൻ അറിഞ്ഞ ദൈവത്തെ ഇട്ടേച്ചു പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ 3 ഉപമകൾ കാണുന്നുണ്ട്. ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം കാണുന്നത് കാണാതെ പോയ ആടിൻ്റെ ഉപമ, കാണാതെ പോയ ദ്രഹ്മപ്പണത്തിൻ്റെ ഉപമ, നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ്റെ ഉപമ, അല്ലെങ്കിൽ മകൻ്റെ ഉപമ. ഇവിടെയെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ഡിഫറൻസ്, എല്ലാത്തിൻ്റെയും അതിൻ്റെ അകത്ത് കാതലായ സന്ദേശം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മടങ്ങി വരുന്നവരെ ദൈവം സ്വീകരിക്കുന്നു, അതിനകത്ത് സ്വർഗം സന്തോഷിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ കാതലായ സത്യം. എന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ആടിൻ്റെ കാര്യത്തിൽ ആടിന് വഴി തെറ്റി. ദ്രഹ്മപ്പണത്തിൻ്റെ കാര്യത്തിൽ അത് ചാടിപ്പോയതല്ല, കളഞ്ഞു പോയതാണ്. ഓക്കെ. എന്നാൽ മകനെ സംബന്ധിച്ചിടത്തോളം അവന് വഴി തെറ്റിയതല്ല, അവൻ ഇറങ്ങിപ്പോയതാണ്. ആടിനെ കാണാതെ പോയപ്പോൾ ഇടയൻ എന്ത് ചെയ്തു? അന്വേഷിച്ച് ചെന്നു. കാര്യം ആടിന് വഴി തെറ്റിയതാണ്. ദ്രഹ്മപ്പണം കളഞ്ഞു പോയപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്തു? വീട് മുഴുവൻ അടിച്ചു മാരി അതിനെ അന്വേഷിച്ചു. മകൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അപ്പൻ അന്വേഷിച്ച് ചെല്ലുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ മടങ്ങി വന്നപ്പോൾ എന്ത് ചെയ്തു? സ്വീകരിച്ചു. അപ്പം ഇറങ്ങിപ്പോയവൻ തിരികെ വരണം. കളഞ്ഞുപോയതിനെ തിരയാൻ കർത്താവ് തയ്യാറാണെങ്കിലും ഇറങ്ങിപ്പോയവൻ ബോധപൂർവം ഇറങ്ങിപ്പോയതായതുകൊണ്ട് അവിടെ റിബല്യൻ. ആ ബോധപൂർവം ഇറങ്ങിപ്പോയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ തിരികെ വരട്ടെ. അവൻ തിരികെ വരുമ്പോൾ സ്വീകരിക്കുന്നു. തിരികെ വരാൻ അസാമാന്യമായ നിലയിലുള്ള ആഗ്രഹമുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അവൻ ബോധപൂർവം നിഷേധിച്ചതായതുകൊണ്ട് ബോധപൂർവം സ്വീകരിക്കുകയും വേണം. പിടിച്ചോണ്ട് വരികയല്ല, പാപികളെ കർത്താവ് പിടിച്ചോണ്ട് വരികയല്ല, പാപി മടങ്ങി വരുമ്പോൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ്. അതുകൊണ്ട് പാപികൾ നശിക്കാനായിട്ട് ദൈവം എന്ത് ചെയ്യുന്നില്ല? ആഗ്രഹിക്കുന്നില്ല. ദുഷ്ടൻ്റെ മരണത്തിൽ ഞാൻ പ്രസാദിക്കുന്നില്ലെന്നാണ് കർത്താവ് പറഞ്ഞല്ലേ. കർത്താവ് പ്രസാദിക്കില്ല. അവൻ മടങ്ങി വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആദമിൻ്റെ കാര്യത്തിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കുന്നതിന് മുമ്പ് അവർ ദൈവത്തിൽ നിന്ന് ഓടിപ്പോവുകയാണ്. സൃഷ്ടാവിനെ ഇട്ടേച്ചു പോവുകയാണ്. അല്ലാതെ സൃഷ്ടാവ് സൃഷ്ടിയെ ഓടിച്ചു വിടുകയല്ല. ശരിക്കും പറഞ്ഞാൽ ഓടിച്ചു വിടുകയല്ല. അവിടെ റിബല്യനുണ്ട്. ഈ ഒരു റിബല്യൻ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളാരും മെച്ചപ്പെട്ട ആളുകളാണെന്ന് ചിന്തിക്കാനൊന്നും അർത്ഥമൊന്നുമില്ല. പലപ്പോഴും ഉണ്ടാകുന്നൊരു വലിയ പ്രശ്നം ഇതാണ്. ചിലപ്പോൾ ആളുകൾ ഒക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ റിബല്യസ് ആയിരുന്നു, ദൈവത്തിൽ നിന്ന് പോയതാണെന്നും എത്ര വിദൂരത്തിൽ നമ്മൾ ഓടിപ്പോയി എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നുമില്ല, ചിന്തിക്കുന്നുമില്ല. പലപ്പോഴും ആളുകൾ സാക്ഷി പറയുന്നത് ഞാനൊരു മര്യാദ പാപിയായി ജീവിക്കുകയായിരുന്നെന്ന്. എനിക്ക് ഇതുവരെ മനസ്സിലാകാത്ത കാര്യമാണ് ഈ മര്യാദ പാപി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. പാപിയാണെങ്കിൽ അവന് മര്യാദയില്ല. ഞാനൊരു കൊടും പാപിയായിരുന്നു എന്ന് പറയുന്നവനാണ് യഥാർത്ഥ മാനസാന്തരം ഉണ്ടായവൻ. ഞാനൊരു മര്യാദ പാപിയായിരുന്നെന്ന് പറയുന്നവൻ എന്താ പറയുന്നത്? ഞാൻ അത്രയ്ക്കൊന്നും പോയി ഒന്നുമില്ല,
ഇച്ചിരി പരിശ്രമിച്ചായിരുന്നെങ്കിൽ ഞാനിങ്ങ് വന്നേനേയും എന്ന ചിന്തയാണ്. അവന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല. ആരാണ് കർത്താവിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വിദൂരത്തിൽ ഓടിപ്പോയ ഒരു കൊടുംപാപിയാണെന്ന് പറയുന്നവനാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ഒരു വാക്ക് നമ്മൾ മനസ്സിലാക്കണം: അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു മര്യാദ പാപിയായിരുന്നുള്ള വർത്തമാനം അങ്ങ് നിർത്ത്. ഞാൻ ഒരു കൊടുംപാപിയാണ്. റിബല്യൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പറയുന്നത് ലോസ്റ്റ് എന്നാണ്. ദ ലോസ്റ്റ് സൺ, ദ ലോസ്റ്റ് ഷീപ്പ്, ദ ലോസ്റ്റ് കോയിൻ. ലോസ്റ്റ് എന്താ ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ലോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ നഷ്ടപ്പെട്ടെന്ന് അതിൻ്റെ അർത്ഥം. സംസർഗം നഷ്ടപ്പെട്ടു. നമ്മളിപ്പം പത്രത്തിലൊക്കെ പരസ്യമുണ്ടല്ലോ, കാണാനില്ല, ലോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? കാണാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആവിയായി പോയെന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. ഒരു കൊച്ചിനെ കാണാനില്ല, അല്ലെങ്കിൽ ഒരു ചെറുക്കനെ കാണാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവിയായി പോയെന്നല്ല അർത്ഥം, ആണോ? അവനുണ്ട്, പക്ഷേ അവൻ്റെ അപ്പൻ്റെ അടുത്തവനില്ല, അവൻ്റെ അമ്മയുടെ അടുത്തവനില്ല, അവൻ്റെ ബന്ധുക്കളുടെ അടുത്തവൻ മാതാപിതാക്കളിൽ നിന്നും ഉറ്റവരിൽ നിന്നും അകന്നു പോയവനെയാണ് നമ്മൾ ലോസ്റ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട ഏത് വ്യക്തി നഷ്ടപ്പെട്ടതാണെന്ന്. എപ്പോഴാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന്, അവൻ്റെ സംസർഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ നമ്മൾ ലോസ്റ്റാണ്. അപ്പോൾ ആ സംസർഗത്തിലേക്കുള്ള മടങ്ങി വരവ്, കാരണം അവിടെ മാത്രമേ അവന് ജീവനുള്ളൂ, വേറെ എങ്ങും അവന് ജീവനില്ല. ദൈവം ഓരോന്നിനെയും സൃഷ്ടിച്ചത് ഓരോ ഹാബിറ്റാറ്റ് കൊടുത്തിട്ടാണ്. ഓരോ സ്ഥലത്ത് ചെന്നാലേ അതിന്, ഇപ്പം ഒരു മത്സ്യത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിലാണ് അതിൻ്റെ വാസം എന്ന് പറയുന്നത്. അതിൻ്റെ വാസം എവിടെയാണ്? വെള്ളത്തിലാണ്. വെള്ളത്തിന് പുറത്ത് അതിന് ജീവനില്ല. വെള്ളത്തിന് പുറത്തെടുത്തിട്ട് കഴിഞ്ഞാൽ അത് കിടന്ന് പിടയ്ക്കുന്ന കാണാം, ഈസ് ഗോയിങ് ഡൈ. എന്നാൽ ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിനകത്തോട്ടിട്ട് കഴിഞ്ഞാലാ അത് കിടന്ന് പിടയ്ക്കുന്നത്. വെള്ളത്തിൽ കിടക്കുന്ന മീനെ പുറത്തെടുത്തിട്ടാൽ, കാര്യം ഓരോന്നിനും ഓരോ സഹവാസ സ്ഥലം അല്ലെങ്കിൽ വാസസ്ഥലം ദൈവം കൊടുത്തിട്ടുണ്ട്. ഓരോ മൃഗത്തിനും ഓരോ ജീവികൾക്കും അതിന് യോജിക്കുന്നതായ ഒരു ഹാബിറ്റാറ്റ് ദൈവം കൊടുത്തിട്ടുണ്ട്. മനുഷ്യന് കൊടുത്തത് എന്താ? മനുഷ്യന് വായുവല്ല, വെള്ളമല്ല, ഒന്നുമല്ല കൊടുത്തത്. മനുഷ്യന് അവൻ്റെ ഹാബിറ്റാറ്റ്, അവന് ദൈവം കൊടുത്തത് ദൈവ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്തല്ലാതെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവന് കരയിൽ പിടിച്ചിട്ട മീൻ പോലെയാണ്. പിന്നെ ചത്തു കഴിഞ്ഞാൽ അതിന് പിഴയ്ക്കത്തില്ലെന്നുള്ളതേ ഉള്ളൂ. ചത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല? പിഴയ്ക്കത്തില്ല. ജീവനുണ്ടെങ്കിൽ അത് പിഴയ്ക്കും. എന്നതുപോലെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഒരു നിമിഷം പുറത്തു പോയാൽ പിഴയ്ക്കുന്ന ഹൃദയമാണ് ജീവനുള്ള ഒരു വ്യക്തിക്കുള്ളത്. ജീവനില്ലാത്തവന് ഇതൊന്നും വിഷയമല്ല. ഒരു നിമിഷം ദൈവ സാന്നിധ്യമില്ലെങ്കിൽ പിടയ്ക്കുന്ന ആൾ. നമുക്കങ്ങനെ ഉണ്ടോ? ഇതെല്ലാം പറയുമ്പോഴെല്ലാം അവിശ്വാസികളുടെ ഒരു ഗ്രൂപ്പായിട്ട് മാത്രം, അവർക്ക് വേണ്ടി മാത്രം പറയുന്നത് നമ്മൾ ചിന്തിക്കില്ല. ഇതിനകത്തെല്ലാം ഒരു ആപ്ലിക്കേഷൻ വിശ്വാസികളുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് ആ ഒരു അനുഭവം, ആ ഒരു ബന്ധമുള്ളവനെ അങ്ങനെ ഉണ്ട്. അതാണ് പറഞ്ഞാൽ മതി. ജീവനുള്ളവനെ സംബന്ധിച്ചിടത്തോളം പാപം ചെയ്ത സമയത്ത് ദൈവത്തെ ഞാൻ സൃഷ്ടാവായിട്ട് അടഞ്ഞു, സൃഷ്ടാവായിരുന്നു ഞാൻ ആ സൃഷ്ടാവായ ദൈവത്തെ ഇട്ടേച്ചു പോയ സമയത്ത് ഇൻഫാക്ട് ഐ വാസ് ഡെഡ്. ആദമിനോട് ദൈവം പറയുന്നത് അതാണ്, ഈ പഴത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. മരിച്ചില്ലല്ലോ, പിന്നെയും 900 ചില വർഷങ്ങൾ ജീവിച്ചില്ലേ അല്ലേ? പക്ഷേ വാസ്തവം എന്താണ്? ഈസ് ഡെഡ്. അവൻ ദൈവത്തിന് മരിച്ചു. അതുകൊണ്ട് ദൈവത്തിന് മരിച്ചവരാണ് പാപികൾ. എന്നാൽ വിശ്വാസികളിലും പലപ്പോഴും നമ്മൾ ദൈവത്തിന് മരിച്ച ഒരു സ്റ്റേജ് ഉണ്ടാകുന്നുണ്ട്. അതുണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ആക്റ്റീവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
ആ ദൈവത്തിൻ്റെ സാമീപ്യത്തിലും സംസർഗത്തിലും അല്ലാതെ ഒരു നിമിഷം കഴിഞ്ഞാൽ ഒരു പിടയ്ക്കുന്ന അനുഭവം നമുക്കുണ്ടോ? ദൈവസാന്നിധ്യം വിട്ട് ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജ് നമുക്കുണ്ടോ? ഓക്കെ, ഇനി പാപിയായ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരുവാനാണ് കർത്താവ് വന്നത്. പാപിയായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ശരിക്കും ദൈവം ആദാം സൃഷ്ടിയും ദൈവം സൃഷ്ടാവുമാണ് എന്ന് പറയുന്നത് പോലെ മറ്റൊരു ബന്ധം കൂടെ അവർ തമ്മിലുണ്ടായിരുന്നു. എന്നറിയാമോ? മകനും പിതാവും എന്ന ബന്ധം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ വംശാവലി പറയുന്ന സമയത്ത് അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിൽക്കുന്ന വാക്കെന്ന് 38-ാമത്തെ വാക്യത്തിൽ കൈനാൻ ഏനോശിൻ്റെ മകൻ, ഏനോശ് ശേത്തിൻ്റെ മകൻ, ശേത്ത് ആദാമിൻ്റെ മകൻ, ആദാം കണ്ടോ? ആദാം ആരുടെ മകൻ? ദൈവത്തിൻ്റെ മകൻ. അപ്പോൾ ഈ പുത്രത്വം എന്ന് പറയുന്നത് സൃഷ്ടിങ്കൽ തന്നെ ദൈവം കൊടുത്ത ഒരു പദവിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു, ഗ്ലോറി ആൻഡ് ഓണർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഗ്ലോറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓണർ രണ്ട് വാക്കുകൾക്കും രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള അർത്ഥമാണ്. ഗ്ലോറി എന്ന് പറയുമ്പോഴത്തേക്ക് ആ എമിനൻസ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഓണർ എന്നുള്ള പറയുന്നത് പുത്രൻ്റെ അധികാരമാണത്. ഓണർ അവിടെ പുത്രാധികാരത്തോടുകൂടെയാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. ആദാം ദൈവത്തിൻ്റെ മകൻ. പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടത് എന്താണെന്നറിയാമോ? പുത്രത്വമാണ് നഷ്ടപ്പെട്ടത്. പാപം ചെയ്തപ്പോൾ ആദ്യം നഷ്ടപ്പെട്ടത് പുത്രത്വമാണ്. അതിനു മുമ്പ് ആഡം ആൻഡ് ഈവ് അവർ ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് ഏദൻ തോട്ടത്തിൽ ജീവിച്ചത്. ഇത് ഞാൻ പറയുന്നല്ലോ, ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പറയുന്നത് അല്ലേ? നമ്മൾ വായിച്ച കാര്യമാണല്ലോ. ആദാം ദൈവത്തിൻ്റെ മകൻ. ആ പുത്രത്വത്തിൽ മാത്രമേ സമാധാനമുള്ളൂ, പുത്രത്വത്തിൽ മാത്രമേ സന്തോഷമുള്ളൂ, പുത്രത്വത്തിൽ മാത്രമേ സമാശ്വാസമുള്ളൂ. പുത്രത്വം നഷ്ടപ്പെടുമ്പോഴാണ് തേജസ് നഷ്ടപ്പെടുന്നതും അധികാരം നഷ്ടപ്പെടുന്നതും. തേജസ് നഷ്ടപ്പെട്ടു, പുത്രൻ്റെ അധികാരം നഷ്ടപ്പെട്ടു. അവനെ സൃഷ്ടിച്ചത് പുത്രാധികാരത്തോടു കൂടെയാണ്. പക്ഷേ പാപം ചെയ്തപ്പോൾ പുത്രാധികാരം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് തേജസ് നഷ്ടപ്പെട്ടവനായ മനുഷ്യൻ. ആ തേജസ്സിന് വേണ്ടി ദൈവം മുന്നൊരുക്കിയ വ്യക്തിയാണ് യേശുക്രിസ്തു. അതായത് മനുഷ്യനെ തേജസ്സിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ. അവനെ പൗലോസ് വിളിക്കുന്നതിനെ തേജസ്സിൻ്റെ കർത്താവെന്നാണ്. അങ്ങനെയെങ്കിൽ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. തേജസ്സിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരുവാൻ. ഈ തേജസ് കിട്ടണമെങ്കിൽ എന്തു വേണം? പുത്രന് മാത്രമേ തേജസ് ഉള്ളൂ, അല്ലാതെ ആർക്കും തേജസ് ഉണ്ടാകുകയില്ല. അടിമയ്ക്ക് തേജസ് ഉണ്ടാകത്തില്ല, പുത്രന് മാത്രമേ തേജസ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം മടക്കി കൊണ്ടുവരുന്നത് പുത്രത്വത്തിലേക്കാണ്. അതിനുവേണ്ടിയാണ് വീണ്ടെടുപ്പ് എന്ന പദ്ധതി തന്നെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് I was God's creation and also I was a son. And I lost my relation with God. ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ പുത്രാധികാരം നഷ്ടപ്പെട്ടു. ഞാൻ പുത്രനല്ലാതെ ആയിത്തീർന്നു. ആ പുത്രത്വത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. അങ്ങനെ വീണ്ടെടുപ്പ് സാധ്യമായി തീർന്നു. വീണ്ടെടുപ്പിൽ നമ്മളൊക്കെ പറയുമ്പോഴത്തേക്ക് ഉദാഹരണമായിട്ട് പറയാറുണ്ട്, കർത്താവ് ഒരു കൈ കൊണ്ട് എൻ്റെ കയ്യേൽ പിടിച്ചു, ഒരു കൈ കൊണ്ട് പിതാവിൻ്റെ കൈയും, എന്നിട്ട് ഇത് നമ്മൾ യോജിപ്പിച്ചു എന്ന്. പക്ഷേ യോജിപ്പിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, പാപിയായ എൻ്റെ കൈയും വിശുദ്ധനായ ദൈവത്തിൻ്റെ കൈയും കൂടെ ഒരുമിച്ച് യോജിപ്പിക്കാൻ പറ്റത്തില്ല. അതിന് മുമ്പൊരു പ്രോസസ്സ് നടക്കണം. ആ പ്രോസസ്സ് എന്നെ കൂടി ക്രൂശിൽ കൂടെ ഒന്ന് കയറ്റി വിടണം. ആ ക്രൂശിലൂടെ കയറ്റി വിട്ട് എന്നെ വീണ്ടെടുത്ത് വിശുദ്ധീകരിക്കപ്പെട്ട എൻ്റെ കരമാണ് പിതാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നത്. അല്ലാതെ പാപിയായ ഒരുത്തനെ പിടിച്ച് കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കാൻ പറ്റില്ല. പാപിയായ അത് കർത്താവിനെ തൊടാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് വീണ്ടെടുപ്പിൻ്റെ ഒരു പ്രക്രിയയിലൂടെ അല്ലാതെ ഒരു കാരണവശാലും ദൈവ സംസർഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാൻ കഴിയില്ല.
അല്ലാതൊരു മാർഗമില്ല. വീണ്ടെടുപ്പിലൂടെ അവൻ എന്നെ എന്ത് ചെയ്യുകയാണ്? വിശുദ്ധീകരിച്ചിട്ട് ആ കരമാണ് ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീണ്ടെടുപ്പിൻ്റെ ആ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അല്ലാതെ വേറെ പാപിയായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ദൈവമേ നീ എൻ്റെ സൃഷ്ടാവാണെന്നോ, അല്ലെങ്കിൽ അവൻ കുറച്ച് പ്രാർത്ഥിച്ചിട്ടോ അവൻ കുറച്ച് പാടിയിട്ടോ അവൻ തുള്ളിയിട്ടോ ഒന്നും കാര്യമില്ല. കാര്യം പ്രാർത്ഥിക്കുന്നവൻ, തുള്ളുന്നവൻ, പാട്ടുപാടുന്നവൻ, അവരെ എല്ലാം കൂടെ അങ്ങോട്ട് പിടിക്കാനൊന്നും ദൈവം ഇരിക്കുകയല്ല. ഗാഡ് ഈസ് ഹോളി. ആ ഹോളി ഗോഡിൻ്റെ കയ്യിലേക്ക് എൻ്റെ കരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രൂശിലൂടെ അല്ലാതൊരു വീണ്ടെടുപ്പില്ല. എന്നെ ആ ക്രൂശിൻ്റെ സ്റ്റേജിലൂടെ കയറ്റി വിടണം. നമ്മളിപ്പം എഫെസി ലേഖനത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പോൾ വി വർ ഡെഡ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും, അവിടെ 2 വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ട്രാൻസ്ഗ്രഷൻ ആൻഡ് പാപങ്ങൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഗ്രീക്കൊന്നും പഠിപ്പിക്കാൻ വേണ്ടിയല്ല, എങ്കിലും അവിടെ ഹമർഷ്യ എന്നുള്ള വാക്ക്, ഹമട്യ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ലക്ഷ്യം തെറ്റിയവരെന്നുള്ള അർത്ഥമാണ്. ഒന്ന് റിബല്യനുമാണ്, ഒന്ന് വഴിതെറ്റുന്നതുമാണ്. അപ്പോൾ ഈ 2 അവസ്ഥകളിലും, അതായത് ഒന്ന് നമ്മൾ ശരിയായിട്ടുള്ള വഴിയിലൂടെ പോയവരല്ല, അറിയാതെ വഴി തെറ്റിപ്പോയവനുണ്ട്, റിബല്യസ് ആയിട്ടുള്ളവനുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മൾ എങ്ങനെയായിരുന്നു? വി വർ ഡെഡ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയിർപ്പിച്ചു. മരിച്ചു എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രവൃത്തിയാണ്. അതിനെ കൊല്ലേണ്ട കാര്യമില്ല, നാച്ചുറലി മരിക്കും. എങ്ങനെ മരിക്കും? അതിക്രമവും പാപവും പ്രവർത്തിക്കുന്ന ഏതൊരാളും നാച്ചുറലി ഡെഡാണ്. അവൻ മരിച്ചിരിക്കുന്നു, അവന് ദൈവവുമായിട്ടുള്ള സംസർഗമില്ല. അതൊരു സ്വാഭാവിക പ്രവൃത്തിയാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായ നിങ്ങൾ ഉയർത്തെന്നല്ല എഴുതിയിരിക്കുന്നത്, ഉയിർപ്പിച്ചു എന്നാണ്. മരിക്കുന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കും, പക്ഷേ ഉയിർപ്പ് സ്വാഭാവികമായിട്ട് സംഭവിക്കത്തില്ല. അത് നമ്മൾ മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് കർത്തൃപ്രയോഗം എന്ന് പറയും. അതായത് മൂന്നാമത് ഒരാൾ ചെയ്യേണ്ട കാര്യമാണ്, അല്ലാതെ രണ്ടാമതൊരാൾ ചെയ്യേണ്ട കാര്യമോ വേറൊരാൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മളാരും ഉയർത്തതല്ല, നമ്മൾ എന്ത് ചെയ്തതാണ്? ഉയിർപ്പിച്ചതാണ്. അതാണ് വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി. നമ്മളെ വീണ്ടെടുക്കപ്പെടുകയാണ്. നമ്മുടെ പ്രവൃത്തി അല്ല വീണ്ടെടുപ്പ്. ടോട്ടലി ആൻഡ് കംപ്ലീറ്റ്ലി അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന് അതൊരു ഡിവൈൻ ആക്റ്റാണ്. വീണ്ടെടുപ്പ് ഒരു ദൈവികമായ പ്രവൃത്തിയാണ്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചിരുന്നവരായ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ ഡിഫറൻസ് കണ്ടോ? മരിച്ചവരായിരുന്ന നമ്മൾ ജീവിക്കുകയും എന്നല്ല. നോക്ക്, ഓരോ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന എത്ര ക്ലിയർ ആയിട്ടാണ്. മരിച്ചു എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. മരിച്ചവരായി നമ്മളെ എന്ത് ചെയ്തു? ജീവിപ്പിക്കുകയും. അതൊരു ഡിവൈൻ ആക്ട്. ഇറ്റ് ഇസ് ആൻ ആക്ട് ഓഫ് മേഴ്സി. ജീവിപ്പിക്കുകയും. കൃപയാൽ എത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ അവൻ്റെ കമ്പാഷനാണ്. തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയിർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുകയല്ല, ഇരുത്തുകയും. ഇതെല്ലാം ആരുടെ ജോലിയാണ്? ആരുടെ പ്രവൃത്തിയാണ്? ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇതിനകത്തൊന്നും ഒരു ഹ്യൂമൻ, അതായത് വീണ്ടെടുപ്പിനകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന യാതൊരു കാര്യവുമില്ല. മരിച്ചു കിടക്കുന്നവന് എന്തോ ചെയ്യാനാ? വി ആർ ഡെഡ്. ബാക്കിയെല്ലാം ആര് ചെയ്യുന്നതാ? ദൈവം ചെയ്യുന്നതാണ്. നമ്മളെ ഉയിർപ്പിച്ചു, നമ്മളെ ജീവിപ്പിച്ചു, നമ്മളെ എഴുന്നേൽപ്പിച്ചു, നമ്മളെ ഇരുത്തി. ഇതെല്ലാം ആര് ചെയ്യുന്ന പ്രവൃത്തിയാണ്? ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇറ്റ് ഈസ് ഓൾ ഗോഡ്സ് പെർഫെക്റ്റ് ആക്ട്. അങ്ങനെ അത് ദൈവം ചെയ്യുന്നത്, അതാണ് അതിനകത്തെ ഒരു പ്രത്യേകത. അത് ദൈവം എന്തിനാണ് മരിച്ചവനായിരുന്ന എന്നെ കർത്താവ് ഉയിർപ്പിച്ചത്? അവിടെ 7-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയിർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ഇതിനകത്ത്.
നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു, എന്തിനാണ് ദൈവം തൻ്റെ പുത്രനെ കാലസമ്പൂർണ്ണതയിൽ സ്ത്രീയുടെ സന്തതിയായി അയച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുത്രത്വം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തിന് ഈ പുത്രത്വം നമുക്ക് നൽകാൻ വേണ്ടിയാണ് ഈ രക്ഷാപദ്ധതി, വീണ്ടെടുപ്പിൻ്റെ പദ്ധതി ദൈവം പ്ലാൻ ചെയ്തത്. ഈ പുത്രത്വം നൽകാനെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പഠിച്ചതനുസരിച്ച് സൃഷ്ടിയെങ്കിൽ നമ്മൾ ആരായിരുന്നു? ദൈവമക്കളായിരുന്നു, പുത്രന്മാരായിരുന്നു. സൃഷ്ടിയുടെ സമയത്ത് നമ്മൾ ആരായിരുന്നു? പുത്രന്മാരായിരുന്നു. ആദാം ദൈവത്തിൻ്റെ മകൻ, പുത്രന്മാരായിരുന്നു. പക്ഷേ പാപം നമ്മുടെ പുത്രത്വത്തെ നഷ്ടപ്പെടുത്തി, വീണ്ടെടുപ്പ് പുത്രത്വം മടക്കി തന്നു. പാപം നമ്മുടെ പുത്രത്വത്തെ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ എന്താണ്? വീണ്ടെടുപ്പിലൂടെ, റിഡംഷൻ എന്ന് പറയുന്ന ഒരു ആക്സിഡൻ്റലായിട്ട് നടന്നൊരു ആക്റ്റല്ല. വഴിയെ പോകുന്ന സമയത്ത് ഇവൻ നമ്മൾ മരിച്ചു കിടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എന്നാൽ എണീക്കടാ മോനെ എന്ന് പറഞ്ഞ് തട്ടി എണീപ്പിച്ചേച്ച് എന്നാൽ ആട്ടെ ഓക്കെ ബൈ ബൈ എന്ന് പറഞ്ഞ് പോകുകയല്ല. ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മളെ ഉയർപ്പിച്ചത്. എന്തിനാണ്? ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച്. 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനോടുകൂടെ സ്വർഗത്തിലിരുത്തുകയും. അവിടെ അത് രണ്ടും കൂടെ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുകയും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ നമ്മളെ കൂടെ ഇരുത്താൻ വേണ്ടിയാണ് ദൈവം ഈ വീണ്ടെടുപ്പ് പ്ലാൻ ചെയ്തത്. അവനോട് കൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുക. അതായത് അവൻ പുത്രനാണ്, യേശു പുത്രനാണ്. നമ്മളെയും ആ പുത്രാധികാരം നൽകി യേശുവിൻ്റെ കൂടെ ഇരുത്തുക എന്നുള്ളതാണ്. യേശുവിൻ്റെ കൂടെ. ഇപ്പം നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ ഇതിൻ്റെ 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. വീണ്ടെടുപ്പിലൂടെ നമ്മൾ ക്രൈസ്റ്റുമായിട്ട് യുണൈറ്റഡ് ആവുകയാണ്. പിന്നെ നമ്മൾ വേർപിരിയുന്നില്ല. ബാപ്റ്റിസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെന്താ പറയുന്നത്? യു ആർ യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ബാപ്റ്റിസം. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു, അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. ഇപ്പോൾ ഇവിടെ പറയുന്നു അവനോടുകൂടെ നിങ്ങൾ തേജസ്സിൽ വെളിപ്പെടും. കാര്യം ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലൂടെ നമ്മുടെ കയ്യേൽ കർത്താവ് പിടിച്ച് നമ്മളെ ശുദ്ധീകരിച്ച് വീണ്ടെടുത്ത് കഴിയുമ്പോൾ നമ്മൾ വി ആർ യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ്. പിന്നെ നമ്മൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിനോടുകൂടെ. പിന്നെ യുണൈറ്റഡ് ആണ്. പിന്നെ നമുക്കൊരു വേർപാടില്ല, വേർതിരിവില്ല. അപ്പം ഈ റിലേഷൻ എന്നൊക്കെ പറയുമ്പോൾ, കർത്താവിനെ അറിയാമെന്ന് പറയുമ്പോൾ, അങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നിലയിൽ കർത്താവിനെ അറിയണം. അല്ലാതെ സഭായോഗത്തിനോ അല്ലെങ്കിൽ ഇതുപോലൊരു യോഗത്തിനോ വന്നിരിക്കുമ്പോൾ പാട്ട് പാടുമ്പോഴുണ്ടാകുന്ന ഒരു എക്സ്റ്റസി ഒന്നും അല്ല ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. ഈച്ച് മൊമെൻ്റ്, ഓരോ നിമിഷങ്ങളും ഇപ്പോൾ ഈ മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ നമ്മൾ 2 കൊരിന്ത്യരുടെ ലേഖനത്തിൽ അത് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് 2 കൊരിന്ത്യർ അതിൻ്റെ 5-ാം അധ്യായത്തിൽ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിൻ്റെ ശുശ്രൂഷ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ നിരപ്പിച്ചിരിക്കുന്നു. റിക്കൺസിലിയേഷൻ. എന്താണ് റിക്കൺസിലിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്? റിക്കൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ബന്ധം ഉണ്ടാക്കുന്നതിന് റിക്കൺസിലിയേഷൻ എന്ന് പറയത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. നമ്മൾ നിരപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്?
രണ്ടുപേര് തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടതിനെ വീണ്ടും യോജിപ്പിക്കുമ്പോഴല്ലയോ നമ്മൾ പറയുന്നത് ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ, അല്ലെങ്കിൽ നിരപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഇല്ലേ? നിരപ്പ് പ്രാപിക്കുക, നമ്മളൊക്കെ സഭയിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് നിരപ്പ് പ്രാപിക്കുക. തിരുവത്താഴം വേണമെങ്കിൽ നിരപ്പ് പ്രാപിക്കണമെന്ന് എന്ന് വെച്ചാൽ എന്താണ്? ബന്ധം നഷ്ടപ്പെട്ടു, പിന്നീട് ആ ബന്ധം പുനഃസ്ഥാപിക്കുക. അപ്പം ക്രിസ്തുവിനോടുകൂടെ അല്ലെങ്കിൽ അതിനൊക്കെയും ദൈവം തന്നെ കാണപ്പെടുന്ന അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരിക്കൽ ബന്ധം ഉണ്ടായിരുന്നെന്നാ. സൃഷ്ടി എന്ന നിലയിൽ ആദ്യം തന്നെ എന്തുണ്ടായിരുന്നു? ബന്ധമുണ്ടായിരുന്നു. പക്ഷെ പാപം ചെയ്തപ്പോൾ ബന്ധം വേർപെട്ടു. ക്രൂശിൽ നടക്കുന്നത് മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷനാണ്. റിക്കൺസിലിയേഷൻ എങ്ങനെയാണ്? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു കൈ കൊണ്ട് പാപിയായ ഞാൻ എന്നെ കർത്താവ് പിടിക്കുന്നു. കർത്താവ് പിടിച്ചിട്ട് വിശുദ്ധനായ ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കണമെങ്കിൽ അതിന് മുമ്പ് എന്നെ ക്രൂശിലൂടെ കയറ്റി വിട്ടെങ്കിലേ പറ്റുള്ളൂ. ഈ നിരപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖനത്തിൽ അതിൻ്റെ 5-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഈ നിരപ്പിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളിൽ എല്ലാം അവൻ്റെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് താഴോട്ട് വായിക്കുമ്പോൾ 9-ാം വാക്യത്തിൽ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ, നോക്കുക, അവൻ്റെ രക്തത്താൽ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ നിരപ്പ് പ്രാപിക്കുന്നത്. അങ്ങനെ ക്രൂശ് മരണത്തിലൂടെ കയറി വന്നാൽ മാത്രമേ, ഇപ്പം ഞാൻ ഇത് പല മെസ്സേജസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. നമുക്കും ദൈവത്തിൻ്റെ മധ്യത്തിൽ പാപത്തിൻ്റെ ഒരു വൻമതിലുണ്ടായിരുന്നു. അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. നമ്മൾ ഇങ്ങേയറ്റത്തും പാപത്തിൻ്റെ അവസ്ഥയിലും അല്ലെങ്കിൽ പാപിയായിട്ട് ദൈവത്തിൽ നിന്ന് വേർപെട്ടവരായി ഒരു വൻമതിൽ. അന്നേരം അങ്ങോട്ട് കയറാനായിട്ട് നമുക്ക് യാതൊരു മാർഗവുമില്ലായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഈ പാപത്തിൻ്റെ മതിൽ തകർന്നു പോയെന്ന് പറയുമ്പോഴത്തേക്ക് ഇടിഞ്ഞു വീണം തന്നെയല്ല, ബ്ലഡ് അല്ലെങ്കിൽ ദ ബ്ലഡ് ഓഫ് ജീസസ്. ഇത് ഭാവനയിലുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, രക്തത്താൽ നീതീകരിക്കും. അതായത് നേരത്തെ പാപം എനിക്കും ദൈവത്തിനും മധ്യത്തിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, ഇപ്പോഴുള്ളത് എന്താണ്? എനിക്കും ദൈവത്തിനും മധ്യത്തിൽ ക്രൂശാണ്. ക്രൂശിൽ നിന്ന് ഒഴുകിയ അവൻ്റെ രക്തം ഈ പാപത്തിൻ്റെ മതിലിനെ ഉരുക്കിക്കളഞ്ഞു. ഇപ്പോഴും ദൈവത്തിനും എനിക്കും മധ്യത്തിലൊരു കാര്യമുണ്ട്. നേരത്തെ ഒരു മതിലായിരുന്നെങ്കിൽ, പാപത്തിൻ്റെ മതിലായിരുന്നെങ്കിൽ, ഇപ്പോൾ എനിക്കും ദൈവത്തിനും മധ്യത്തിലുള്ളത് യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. അപ്പോൾ നേരത്തെ ഇവിടെ മതിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു വലിയൊരു ഒരു പൂളാണ്, എ പൂൾ ഓഫ് ബ്ലഡ്. ലിറ്ററലായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ലിറ്ററൽ ആയിട്ട് മനസ്സിലാക്കുകയല്ല. പക്ഷേ ഇനിയിപ്പോൾ എന്താണ്? ഇപ്പോഴും ദൈവം അവിടെയും ഞാൻ ഇവിടെയുമാണ്. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചു. നേരത്തെ മതിലുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം മതിലിന് പകരം എന്തുണ്ട്? യേശുവിൻ്റെ രക്തം. ഞാനിവിടെ നിൽക്കുകയാണ്, ദൈവം അവിടെ നിൽക്കുക. പക്ഷേ ഇപ്പം എനിക്ക് മതിലില്ലാത്തതുകൊണ്ട് പോകാം. പക്ഷേ പോകണമെങ്കിൽ ഇതിലെ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. യേശുവിൻ്റെ രക്തത്തിലൂടെ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പുറത്ത് നിൽക്കുന്ന ഞാൻ യേശുവിൻ്റെ രക്തത്തിലൂടെ കുളിച്ച് അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ നീതീകരിക്കപ്പെട്ടവനായി തീർന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം കണ്ടോ, നേരത്തെ ഇവിടെ പാപത്തിൻ്റെ മതിലായിരുന്നതുകൊണ്ട് എനിക്ക് ദൈവത്തെ തൊടാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഈ യേശുവിൻ്റെ രക്തത്തിലൂടെ ഒന്ന് ഇറങ്ങി കുളിച്ച് അപ്പുറത്ത് കയറിയപ്പോഴത്തേക്ക് ഐ ആം ഹോളി ബിക്കോസ് ഐ ഹാവ് റിസീവ്ഡ് റൈച്ചസ്നെസ്. ഞാൻ ജസ്റ്റിഫൈഡായി, ഞാൻ നീതീകരിക്കപ്പെട്ടു. നീതീകരിക്കപ്പെട്ട് അങ്ങോട്ട് കയറുന്നവനെ കൈപിടിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകാൻ പിതാവ് നോക്കിയിരിക്കുക. ഇപ്പുറത്ത് നിൽക്കുന്നവനെ പിടിക്കാൻ പറ്റിയല്ല, ഇവൻ്റെ കൈ പാപപങ്കിലമായ കൈയാണ്. പക്ഷേ ഇപ്പോഴെന്താണ്? ഇവിടെ നിന്ന് യേശുവിൻ്റെ രക്തത്തിലൂടെ കുളിച്ച് കയറിയപ്പോൾ, നമ്മളിപ്പോൾ പാട്ടൊക്കെ പാടുമല്ലോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ ആത്മശുദ്ധി നൽകും രക്തത്തിൽ എന്നൊക്കെ പറയുന്നത് വെറുതെ ഒന്നും അങ്ങനെ വെറുതെ ഒരു രീതിയിൽ അങ്ങ് പാടുകയൊന്നുമല്ല. വാസ്തവത്തിൽ അതിൻ്റെ ആത്മീയ അർത്ഥത്തെ മനസ്സിലാക്കിയ ആളുകളാണ് ഈ പാട്ടൊക്കെ എഴുതിയത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ
കുളിച്ച് അക്കരെ കയറുമ്പോഴത്തേക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഞാൻ നീതീകരിക്കപ്പെട്ടവനായി തീർന്നു. അതുകൊണ്ടാണ് റോമാലേഖനം 5-9 വാക്യത്തിൽ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം. എന്നെ നീതീകരിക്കുന്നത് എന്താണ്? എന്നെ ജസ്റ്റിഫൈ ചെയ്യുന്നത് എന്താണ്? ദ ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ രക്തം. അങ്ങനെ ഞാൻ അവിടെ കയറി കഴിയുമ്പോൾ സൃഷ്ടിയും നേരത്തെ സൃഷ്ടിയായിരുന്നു, ഇപ്പം എന്താണ്? വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഐ എം ജസ്റ്റിഫൈഡ് ആൻഡ് ഐ എം റിഡീംഡ്. റിഡംഷൻ നടക്കുകയാണ്, വീണ്ടെടുപ്പ് നടക്കുകയാണ്. ഈ വീണ്ടെടുപ്പ് നടക്കാതെ ഇതിനപ്പുറത്തേക്ക് കയറാത്ത ഒരു വ്യക്തിയെ ദൈവത്തിന് കരം പിടിക്കാൻ പറ്റില്ല. അതായത് ഈ ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു രക്തപാതയിലൂടെ കടന്നു പോകാത്ത ഒരു വ്യക്തിയെയും കർത്താവിന് കരം പിടിക്കാൻ കഴിയില്ല. നേരത്തെ എത്ര പരിശ്രമിച്ചാലും എനിക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ മാർഗമില്ലായിരുന്നു. കാര്യം പാപത്തിൻ്റെ ഒരു വലിയ മതിലുണ്ടായിരുന്നു. ഞാൻ അശുദ്ധനും ദൈവം വിശുദ്ധനുമായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനല്ല. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചതോടുകൂടെ ഈ നടുവിലത്തെ മതിൽ ഇടിഞ്ഞുപോയി. പക്ഷെ ഇപ്പോഴും ഞാൻ നടന്നു കയറണം. എങ്ങനെ? ഈ യേശുവിലൂടെ മാത്രം, ക്രൂശിലൂടെ മാത്രമേ, യേശുവിൻ്റെ രക്തത്തിലൂടെ മാത്രമേ എനിക്ക് അങ്ങോട്ട് കയറാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഞാൻ കയറുമ്പോൾ അവിടെ പുത്രത്വത്തിൻ്റെ നോട്ട് എഴുതി വെച്ചിരിക്കുക. യു ആർ മൈ സൺ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കാൻ നോക്കിയിരിക്കുന്നവനായ ഒരു പിതാവ് അവിടെ ഉണ്ട്. അപ്പം വീണ്ടെടുപ്പിലൂടെയാണ് അവൻ എന്നെ പുത്രനാക്കിയത്. അല്ലാതെ വഴിയെ നടക്കുന്ന എല്ലാവരോടും അവൻ പറയുകയല്ല യു ആർ മൈ സൺ, യു ആർ മൈ സൺ എന്ന് പറയുകയല്ല. നോ, ബിക്കോസ് അവർ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ ആളുകളാണ്. അവർ പുത്രത്വം നഷ്ടപ്പെടുത്തിയ ആളുകളാണ്. പുത്രത്വം നഷ്ടപ്പെടുത്തിയ ആളുകൾ വീണ്ടെടുപ്പിലൂടെ മാത്രമേ അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുത്രത്വം തിരികെ പ്രാപിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അവിടെ ഒരു കോൺട്രാക്റ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു ഉടമ്പടി ഉണ്ടാവുകയാണ്, ഒരു പുതിയ ഉടമ്പടി ഉണ്ടാവുകയാണ്. തിരിച്ചു ചെല്ലുമ്പോൾ വീണ്ടും മകനാക്കുകയാണ്. ഒരിക്കൽ മകനായിരുന്നു. ഇപ്പോൾ പ്രോഡിഗൽ സൺൻ്റെ സ്റ്റോറി എടുത്താൽ തന്നെ, പ്രോഡിഗൽ സൺൻ്റെ ധൂർത്തുപുത്രൻ്റെ ഉപമ എടുത്താൽ തന്നെ, ധൂർത്തുപുത്രൻ ഒരിക്കൽ മകനല്ലായിരുന്നോ? ആയിരുന്നല്ലോ. ഒരിക്കൽ അവൻ മകനായിരുന്നു. പക്ഷേ അപ്പനെ വേണ്ടാന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്തു? ഇറങ്ങിപ്പോയി. അവൻ പുത്രത്വം നഷ്ടപ്പെടുത്തി. ആദാമും അതുതന്നെയാണ് ചെയ്തത്. ആദാം പുത്രത്വം നഷ്ടപ്പെടുത്തി. എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടേണ്ട, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം, എനിക്ക് ദൈവത്തെ പോലെ ആകണമെന്ന് പറഞ്ഞാണ് റിബല്യസ് ആയിട്ട് പോയതുകൊണ്ടാണ്. അല്ലാതെ ഒരു പഴം പറിച്ചു നിന്നുള്ളത് മാത്രമല്ല അവിടുത്തെ വിഷയം. അവൻ പഴം പറിച്ചു നിന്ന് എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ പോലെ ആകാൻ വേണ്ടിയാണ്. റിബല്യസ് ആയിട്ട് ചെയ്തൊരു ആക്റ്റാണ് അത്. അല്ലാതെ ആ പഴത്തോടുള്ള കൊതിയല്ല. അവൻ്റെ കൊതി എന്തായിരുന്നു? ദൈവത്തെ പോലെ ആവുക എന്നുള്ളതായിരുന്നു. അല്ലാതെ നമ്മൾ പലപ്പോഴും, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, ഒരു പഴം എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. അവിടുത്തെ വിഷയം ഇതാണ്, ഹി വാണ്ടഡ് ടു ബിക്കം ലൈക്ക് ഗോഡ്. പിശാച് പറഞ്ഞു, അല്ലെങ്കിൽ പാമ്പ് പറഞ്ഞു, ഈ പഴം പറിച്ചു നിന്നാൽ നീ എന്തായി തീരും? ദൈവത്തെ പോലെ ആകും. അതവൻ വിശ്വസിച്ചു. ദൈവം പറഞ്ഞതല്ല വിശ്വസിച്ചു. ദൈവം പറഞ്ഞു ഇത് തിന്നുന്ന നാൾ നീ മരിക്കും. സാത്താൻ പറഞ്ഞു മരിക്കത്തില്ല, നീ ദൈവത്തെ പോലെ ആകും. ദൈവം പറഞ്ഞതിനെ അവിശ്വസിച്ച്, പിശാച് പറഞ്ഞതിനെ വിശ്വസിച്ച്, ദൈവത്തെ നിഷേധിച്ച് പിശാചിൻ്റെ വാക്കുകളെ സ്വീകരിക്കുന്ന വലിയ മഹാപാതകമാണ് ഏദൻ തോട്ടത്തിൽ നടന്നത്. അല്ലാതെ ഒരു പഴം പറിച്ചു നിന്ന ഒരു ചെറിയ ആക്റ്റല്ല. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് എ സിമ്പിൾ ആക്ട്. ഇറ്റ് വാസ് സംതിങ് വെരി വളരെ അവൻ്റെ ബോധത്തിൽ നിന്ന് റിബല്യസ് ആയിട്ട് അവനെടുത്ത ഒരു തീരുമാനമാണ്. അങ്ങനെ പുത്രത്വം നഷ്ടപ്പെടുത്തിയ ആദാമിൻ്റെ സന്തതി, അവന് മടങ്ങി വരാൻ ഒരു മാർഗവുമില്ലായിരുന്നു. പക്ഷേ കാൽവറി ക്രൂശിലൂടെ ഇപ്പോൾ അവൻ എന്താണ്? വീണ്ടെടുപ്പ് സാധ്യമായി തീർന്നു. അവൻ മടങ്ങി വരുമ്പോൾ, ധൂർത്തുപുത്രൻ മടങ്ങി വന്നപ്പോൾ അവനെ കെട്ടിപ്പിടിച്ചു. പിതാവ് ഓടി വന്നു, കെട്ടിപ്പിടിച്ചു, പുതിയ വസ്ത്രം കൊടുത്തു, പുതിയ ചെരുപ്പ് കൊടുത്തു, മോതിരം കൊടുത്തു. മോതിരം എന്ന് പറയുന്നത് അവിടെ എന്താണ്? പുത്രത്വത്തിൻ്റെ അടയാളമാണ്.
അവൻ പുത്രത്വം ഇല്ലാതെ പുത്രത്വം ഇല്ലാതെ പോയവനാണ്. പക്ഷേ തിരികെ വന്നു കഴിയുമ്പോൾ അവൻ്റെ കയ്യിലെ മോതിരം എന്താ പറയുന്നത്? യു ആർ സ്റ്റിൽ മൈ സൺ, യു ആർ മൈ സൺ. അപ്പോൾ മടങ്ങി വന്നവനുമായിട്ട് ഈ മോതിരം ഒരു ഉടമ്പടിയാണ്. അപ്പൻ പറയാണ്, നൗ യു ആർ മൈ സൺ. കാര്യം എന്താണ്? എൻ്റെ മോതിരം നിൻ്റെ കയ്യെ കിടപ്പുണ്ട്. പിതാവിൻ്റെ മോതിരം കയ്യെ കൊടുത്തിരിക്കുകയാണ് എന്ന് പറയാണ്. അതാണ് ഉടമ്പടി എന്ന് ഞാൻ പറയുന്നത്. അത് പുത്രത്വത്തിൻ്റെ ഒരു ഉടമ്പടിയാണ്. ദൈവം ഉടമ്പടിയാൽ നമ്മളെ അറിയുന്നു. എന്നാൽ ഈ ഉടമ്പടി എന്ന് പറയുന്നത് മരിച്ചു കിടക്കുന്നവനോട് ഉടമ്പടി ചെയ്യാൻ പറ്റില്ല. മരിച്ചു കിടക്കുന്നവനെ ഉയിർപ്പിച്ചിട്ട് പുത്രത്വത്തിൻ്റെ ഉടമ്പടിയിൽ സ്വർഗസ്ഥലത്തിലിരുത്തി. മരിച്ചു കിടക്കുന്നവൻ എങ്ങനെ ഉടമ്പടി ചെയ്യുന്നത്? ഈ ഉടമ്പടി പുത്രത്വത്തിൻ്റെ ഉടമ്പടിയാണ്. അത് എല്ലാ കാലയളവിലും ദൈവം ഈ പുത്രത്വത്തിൻ്റെ ഉടമ്പടി, ഇപ്പം ഗോഡ് ബ്ലെസ്സഡ് ആഡം അല്ലെങ്കിൽ ഗോഡ് ബ്ലെസ്സഡ് ദം എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം ആദാമ്യ ഉൽപ്പത്തി പുസ്തകം 1-28 വാക്യത്തിൽ ദൈവം അവരെ അനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗോഡ് ബ്ലെസ്സഡ് ദം, ദൈവം അവരെ അനുഗ്രഹിച്ചു. അനുഗ്രഹം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുത്രത്വത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് അവിടെ പറയുന്നത്. പുത്രന് കൊടുക്കുന്ന അനുഗ്രഹം അത് എല്ലാവർക്കും കൊടുക്കുന്ന അനുഗ്രഹമല്ല. ഇപ്പം ഞാനിപ്പോൾ ഇസ്രായേലോ ഒക്കെ ചെല്ലുന്ന സമയത്തെല്ലാം അവിടെ എല്ലാവരും പിള്ളേരെയും കൊണ്ട് വരും. എന്തുവാ? ആശിഷ് ദേനായ പുസ്തകം, അനുഗ്രഹിക്കണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? കയ്യിലെടുത്ത് ചിലപ്പം അനുഗ്രഹിക്കും. അതിപ്പം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ വേദപുസ്തകത്തിലെ ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ആ രീതിയിലല്ല. ഇപ്പം ഇസഹാക്കിൻ്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇസഹാക്കിൻ്റെ മക്കൾ യാക്കോബും ഏശാവും. യാക്കോബ് വന്ന് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോയി. യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞിട്ട് ഏശാവും വന്നു. ഏശാവ് പറഞ്ഞു, അപ്പാ എന്നെയും കൂടെ അനുഗ്രഹിക്കണേ. നമുക്കാണെങ്കിൽ വളരെ ഈസിയാണ്. ഓക്കെ മോനെ, നിന്നെയും കൂടെ ഞാൻ അനുഗ്രഹിച്ചേക്കുന്നു. ഇസഹാക്ക് പറഞ്ഞു, പക്ഷേ രക്ഷയില്ല മോനെ. വൈ? ഞാൻ നിൻ്റെ അനിയൻ വന്നിട്ട് അനുഗ്രഹം നേരത്തെ വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പാ നിനക്ക് ഓരോ അനുഗ്രഹമേ ഉള്ളൂ. എന്താ അർത്ഥം? എന്താ അതിൻ്റെ ഉത്തരം? എന്താ? അതെ, പുത്രന് കൊടുക്കാൻ ഒരു അനുഗ്രഹമേ ഉള്ളൂ. ചുമ്മാ അനുഗ്രഹിക്കാൻ പറ്റും. പക്ഷേ ഞാൻ യാക്കോബിനെ അവൻ അനുഗ്രഹിച്ചപ്പോൾ അവനോട് പറയുന്നത് എന്നാണെന്നറിയാമോ? യു വിൽ റിപ്രസെൻറ്റ് മീ ഇൻ ദിസ് വേൾഡ്. അതാണ് വാസ്തവത്തിൽ പുത്രാധികാരം എന്ന് പറയുന്നത്. അപ്പനെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം ലഭിക്കുന്ന മകനാണ് പുത്രാധികാരമുള്ളത്. അങ്ങനെ ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള അവകാശം ആർക്കുണ്ടായിരുന്നു? ആദാമിന് ഉണ്ടായിരുന്നു. ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ഈ അനുഗ്രഹം ദൈവത്തിൻ്റെ പ്രതിനിധിയാകാനായിട്ട് ദൈവം അവന് കൊടുത്ത പുത്രാധികാരമാണ് ആദാമിന്. പിന്നീടുള്ള ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ കവനൻറ്റിൻ്റെ ഒരു ഭാഗമായത്, ഉടമ്പടിയുടെ ഭാഗമാണ്. നോഹയുടെ കാലത്തും നോഹയെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അന്ന് നോഹയുടെ കുടുംബം മാത്രമേ ഉള്ളൂ. ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം ദൈവം നോഹയ്ക്ക് കൊടുത്തു. അബ്രഹാമിനെ അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശമാണ് അബ്രഹാമിന് കൊടുക്കുന്നത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഐ വിൽ ബ്ലസ് യു സോ ദാറ്റ് യു ഷാൽ ബി എ ബ്ലെസ്സിങ്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹം തുടങ്ങുന്നത് എവിടുന്നാ? ദൈവത്തിൽ നിന്നാണ്. ദൈവം അത് അബ്രഹാമിന് കൊടുത്തു. അബ്രഹാം ദൈവത്തെ പ്രതിനിധീകരിച്ച് മറ്റൊരാളെ അനുഗ്രഹിക്കാൻ പറ്റും. ദൈവത്തിനെ പ്രതിനിധീകരിക്കുവാനുള്ള പുത്രാധികാരമാണ് ദൈവം അനുഗ്രഹത്തിലൂടെ കൊടുക്കുന്നത്. ആ അധികാരമാണ് പ്രോഡിഗൽ സണ്ണിന് കൊടുക്കുന്നത്. മോതിരം കൊടുത്തപ്പോൾ പറയാണ്, നൗ യു ആർ മൈ സൺ. ഇനി ആർക്കും നിന്നെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. നിന്റെ കയ്യിലെ മോതിരം നിന്നോട് പറയുന്നത് ഞാനും നീയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടെന്നാണ്. ഇതേ പുത്രാധികാരമാണ് ഓരോ വിശ്വാസികൾക്കും കർത്താവ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികൾ എന്ന് പറയുന്നത്. കാര്യം ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം
ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അനുഗ്രഹം എന്ന് പറയുമ്പോൾ അബ്രഹാമിനെയും സിനായിയുടെ കവനന്റിലും എല്ലാം കവനന്റിൻ്റെ കാര്യമാണ്. അതാണ് ഒരു ഉടമ്പടി എന്ന നിലയിലാണ് ഇതിനെ എല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ ഉടമ്പടി പുത്രൻ്റെ അധികാരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ അതിൻ്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. പുതിയ നിയമം, അതായത് ഇപ്പോൾ ഈ പുത്രാധികാരം എൻ്റെ രക്തത്തിലൂടെ, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. ദിസ് ഇസ് ദ ബ്ലഡ് ഓഫ് ദ ന്യൂ കവനന്റ്. അബ്രഹാമിനോടും നോഹയോടും ഒക്കെ വ്യക്തിപരമായി ഓരോ വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുത്തി കർത്താവ് ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. ആ യേശുക്രിസ്തുവിലൂടെ, അവൻ്റെ രക്തത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിക്കും പുത്രാധികാരം കൊടുക്കുകയാണ് കർത്താവ്. പുതിയ അധികാരം കൊടുക്കുകയാണ്. യേശുവിനെ ഉടമ്പടിയാൽ അതിലൂടെ ഈ ശരിക്കും നമ്മളിവിടെ കർത്താവ് തിരുവത്താഴവുമായിട്ട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ അത്താഴത്തിൻ്റെ സമയത്ത് പറയുന്നതായ കാര്യമാണല്ലോ. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. വാസ്തവത്തിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള ഉടമ്പടി അവൻ്റെ രക്തത്തിലൂടെ നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ, ഇപ്പം തിരുവത്താഴം എന്താണെന്ന് ചോദിച്ചാൽ, തിരുവത്താഴം ഉടമ്പടിയല്ല, തിരുവത്താഴം ഉടമ്പടിയുടെ ഓർമ്മയാണ്. തിരുവത്താഴത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, അവൻ്റെ രക്തം കൊണ്ട് ഞാൻ അവൻ്റെ പുത്രനായി തീർന്നു. അവൻ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്കറിയാം, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ഭാഗം അവിടെ നമ്മൾ കാണുന്നു. വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. പിറ്റേ ദിവസം എല്ലാവരും കൂടെ യേശുവിനെ തിരക്കി ചെല്ലുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംക്ഷിപ്പിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ഇന്നലെ ഞാൻ തന്ന അപ്പം നശിച്ചു പോകുന്ന അപ്പമായിരുന്നു. പക്ഷേ ആ അപ്പം തിന്നിട്ട് പിന്നെ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടല്ലോ. ഇന്നലെ തിന്നിട്ട് ഇനി വിശക്കാതിരിക്കുമെന്നല്ലോ ഇപ്പം നിങ്ങൾക്ക് വിശക്കുന്നത്. കാര്യം അത് വാസ് പെരിഷിങ് ബ്രെഡ്, പെരിഷിങ് ഫുഡ് ദാറ്റ് പെരിഷസ്. നശിച്ചു പോകുന്ന ആഹാരമായിരുന്നു. പക്ഷെ നശിച്ചു പോകാത്ത ആഹാരത്തിന് വേണ്ടി നിങ്ങൾ കാംക്ഷിപ്പിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവർ താഴോട്ട് വരുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു, അത് ഞങ്ങളെങ്ങനെയാണ് വിശ്വസിക്കുന്നത്? നീ എന്തോ അടയാളമാണ് കാണിക്കുന്നത്. മരുഭൂമി ഞങ്ങളുടെ പിതാക്കന്മാർ ആകാശത്ത് നിന്ന്, സ്വർഗത്ത് നിന്ന് അവർക്ക് മന്ന താഴോട്ട് കിട്ടി. ഇന്നലെ നീ ഇങ്ങനെ കയ്യിലിങ്ങനെ എടുത്തിട്ട് മുറിച്ചു കൊടുക്കുകയായിരുന്നല്ലോ. അങ്ങനൊന്നും പറഞ്ഞാലൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. അതവിടെ പറയുന്ന വാക്യത്തിൻ്റെ അർത്ഥം അതാണ്. ഞങ്ങൾക്ക് എന്ത് വേണം? മോളിൽ നിന്ന് താഴേക്ക് അപ്പം വീഴണം. കാര്യം മോശ എങ്ങനെയാണ് മോളിൽ നിന്ന് താഴോട്ട് വീണപ്പമാണ് കൊടുത്തത്. നീ ഇന്നലെ കയ്യിലെടുത്തിട്ട് മുറിച്ചു കൊടുക്കുകയായിരുന്നല്ലോ. അങ്ങനെ കൊടുത്താൽ പറ്റത്തില്ല. മോളിൽ നിന്ന് താഴോട്ട് വീഴണം. എന്നെ കർത്താവ് പറഞ്ഞു, മോളിൽ നിന്ന് താഴോട്ട് വീണ അപ്പം ഞാനാ. നിങ്ങളെ ഭാഗം ഒന്ന് വായിച്ചാൽ വളരെ ക്ലിയറായി. ഇതിൽ ഗ്രീക്കും ഹീബ്രു ഒന്നും പഠിച്ചില്ലെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ. സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വന്ന അപ്പം ആരാണ്? ഞാനാണ്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ ന്യൂ ടെസ്റ്റമെൻ്റ് എന്ന് പറയുന്നത്. പുതിയ നിയമം നടക്കുകയാണ്. ആ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു വ്യക്തി അവനുമായിട്ട് യൗകികമായി ഒന്നായി തീരുകയാണ്. പിന്നീട് അവനുള്ളതെല്ലാം നമുക്കുള്ളതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ എക്സ്ചേഞ്ച് പ്രോഗ്രാം മറക്കരുത്. ക്രൂശിൽ എന്താ സംഭവിക്കുന്നത്? ക്രൂശിൽ കർത്താവ് പറഞ്ഞു, നിൻ്റേതെല്ലാം എനിക്ക് ഞാൻ തരും. അപ്പോൾ എൻ്റെ പാപവും
എൻ്റെ മരണവും ഞാൻ കർത്താവിന് കൊടുത്തു. കർത്താവ് പറഞ്ഞു, ഇനിയിപ്പോൾ എൻ്റേത് നിനക്ക് തരാം. നിൻ്റേതല്ല എനിക്ക് തന്നേര്, എൻ്റേത് ഞാൻ നിനക്ക് തരിക. നിൻ്റേതെന്താ? നിൻ്റേതെന്ന് പറയാൻ എനിക്കെന്താ ഉള്ളത്? എൻ്റെ പാപങ്ങൾ, എൻ്റെ മരണം. കർത്താവ് പറഞ്ഞു, അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. പകരം എൻ്റെ നീതി, നിൻ്റെ പാപത്തിന് പകരം ഞാനിപ്പോൾ നിനക്കെന്ത് തരാൻ പോവുകയാണ്? എൻ്റെ നീതിയും നിൻ്റെ മരണത്തിന് പകരം എൻ്റെ ജീവനും ഞാൻ തരികയാണ്. അതാർക്കാണ് ഉണ്ടാകുന്നത്? അതുണ്ടാകുന്നത് എൻ്റെ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നുകയും അവൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ്റെ ഉള്ളിൽ ജീവൻ ഉണ്ട്. അപ്പോൾ ഉടമ്പടി ഉണ്ടാകുകയാണ്. മാംസവും രക്തവും കുടിക്കുന്ന ഞാൻ അവനിലും, അതിൻ്റെ 52 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും. ദാറ്റ് ടോക്സ് അബൌട്ട് എ കവനൻറ്റ്. ശരിക്കും ഒരു കവനൻറ്റിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ദൈവം എന്താണ്, കർത്താവ് എന്താണ്, കർത്താവിനെ പുതിയ ഈ ലെവലിൽ കർത്താവിനെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ, പിതാവായ ദൈവം നമ്മളെ അവന് ഏറ്റെടുക്കുകയാണ്. ആൻഡ് വി ബിക്കം ഹിസ് ചിൽഡ്രൻ. അവൻ്റെ മക്കളെ പുത്രത്വം നൽകാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. കാര്യം ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിലേക്ക് അയച്ചത് തന്നെ എന്തിനു വേണ്ടിയാണ്? നമുക്ക് ഈ പുത്രത്വം നൽകാൻ വേണ്ടിയാണ്. ഇസ്രായേൽ മനസ്സിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യമാണ്. ഇസ്രായേൽ പല രീതിയിൽ ദൈവത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഇസ്രായേൽ യഹോവയെ ഒരു ഇടയൻ എന്ന നിലയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ പല ഭാഗങ്ങൾ വായിക്കുമ്പോൾ, സങ്കീർത്തനം 77:20 വായിക്കുമ്പോഴും 78, 81, 80, യെശയ്യാവ് 40, മീഖായിൽ, സങ്കീർത്തനം 23, ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താ? യഹോവ നമ്മുടെ ഇടയനായിട്ട്, നമ്മൾ അവൻ്റെ ആളുകളായിട്ടാണ്. ആ ബന്ധം നഷ്ടപ്പെടുന്നില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. ഇല്ലേ? ഇടയനും ആളും തമ്മിലുള്ള ബന്ധം മോശമായ ബന്ധമല്ല. പക്ഷേ അവർക്കൊക്കെ ഗ്രഹിക്കാൻ കഴിയാതിരുന്നതായ ഒരു ബന്ധമാണെന്ത്? പിതാവും പുത്രനും എന്ന നിലയിലുള്ളതായ ബന്ധം. യഹൂദന്മാരായ ആളുകൾക്ക് മനസ്സിലാകാതിരുന്നതായ ബന്ധം. സൃഷ്ടി എന്ന നിലയിൽ ഇസ്രായേൽ ദൈവത്തെ, യഹോവയെ അറിഞ്ഞിരുന്നു. ഇടയൻ എന്ന നിലയിൽ അറിഞ്ഞിരുന്നു. ഭർത്താവ് എന്ന നിലയിൽ വരെയൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ചില ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പിതൃപുത്ര ബന്ധത്തിൻ്റെ ആഴം സൃഷ്ടി എന്ന നിലയിൽ നിന്ന് ഇപ്പോൾ കർത്താവ് പറയുന്നതെന്നറിയാമോ? കർത്താവ് യേശു നമ്മളെ പഠിപ്പിക്കുന്നതായ ആ ബന്ധം എന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം ഉപരിയായിട്ട് എന്ത് ബന്ധമാണ്? പിതാവ് എന്ന ബന്ധമാണ്. കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ പുത്രത്വത്തിലേക്ക്, സൃഷ്ടി എന്ന നിലയിൽ ദൈവം എല്ലാവരെയും അറിയുന്നുണ്ട്. പക്ഷേ പുത്രത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിലൂടെയാണ്, ഉടമ്പടിയിലൂടെയാണ്. അത് നമ്മുടെ ആത്മാവിൽ നമ്മൾ അറിയുകയാണ്, ബുദ്ധിയിലല്ല. റോമാലേഖനം 8-ാം അധ്യായത്തിൽ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയട്ടെ, ഒത്തിരി കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് പോയെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിക്കുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവാത്മാവ് നടത്തുന്നവൻ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടത് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു. എപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷങ്ങളിലും നമ്മളത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ ഐഡൻറ്റിറ്റി നമുക്ക് ലഭിക്കുകയാണ്. ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണ്. ദൈവം, യഹോവ ഇസ്രായേലിൻ്റെ ദൈവമാണ്. ഈ ബന്ധമല്ല, ആ ബന്ധമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ പുത്രന്മാരായിരിക്കുന്നുവെന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഒരു പുതിയ ഐഡൻറ്റിറ്റി നമുക്ക് കിട്ടുകയാണ്. പുതിയ ഐഡൻറ്റിറ്റി. ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടാകുന്നത് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്, അല്ലാതെ ഉണ്ടാകത്തില്ല. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വാക്കുകളിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല, പ്രത്യുത ആത്മാവ് താനും ആത്മാവോട്, എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആകുമ്പോഴാണ് എൻ്റെ ബോധ്യം എന്താണ്? ഐ ആം ഹിസ് സൺ. അതെപ്പോഴും നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയണം. ഒരുപക്ഷെ പുറത്തൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കഴിയില്ല, പക്ഷെ നമ്മൾ അനുഭവിക്കണം. ആത്മാവ്, എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് എപ്പോഴും ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇതിന് ഉദാഹരണമായിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണമുണ്ട്. ഒരു ചെറുക്കൻ ഇങ്ങനെ
ഈ പട്ടം പറപ്പിക്കുകയായിരുന്നു. അപ്പോൾ പട്ടത്തിൻ്റെ പ്രത്യേകത ഇതിങ്ങനെ മുകളിലോട്ട് കയറി പോയി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ പട്ടം പറപ്പിക്കും. കൈറ്റിൻ്റെ ഒരു പ്രത്യേകത കയറി അങ്ങ് പോകും. കുറച്ച് കഴിഞ്ഞാൽ ശരിക്കും ആകാശത്ത് ഇത് ചെന്ന് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഈ കൈറ്റ് ഇവന് കാണാൻ പോലും പറ്റില്ല. ഈ പട്ടത്തെ അവന് കാണാൻ കഴിയില്ല. അപ്പോഴും ചെറുക്കനിങ്ങനെ നൂലിൽ ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന കാണാം. ഒരു ചെറുക്കനിങ്ങനെ നൂലിൽ ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഒരാൾ ചോദിച്ചു, എന്തോളെ ഇങ്ങനെ കൈയിട്ട് ആട്ടിക്കൊണ്ടിരിക്കുന്നത്? ഉടനെ അവൻ പറഞ്ഞു, ഞാൻ പട്ടം പറപ്പിക്കുകയാണ്. എന്നെ പറഞ്ഞു, എവിടെ പട്ടം? കാണാനില്ലല്ലോ. നിനക്ക് കാണാമോ? അവൻ പറഞ്ഞു, എനിക്കും കാണത്തില്ല. പിന്നെ എങ്ങനെയാണോ നീ പട്ടം പറപ്പിക്കുകയാണെന്ന് പറയുന്നത്? വെറുതെയാണ്, അവിടെങ്ങും പട്ടമൊന്നുമില്ല. ഉടനെ ഈ ചെറുക്കൻ പറഞ്ഞു, അതെ, നിങ്ങൾക്കത് പറയാം, പക്ഷേ ഓരോ പ്രാവശ്യം ഈ നൂല് സ്പർശിക്കുമ്പോഴും ഞാനത് അനുഭവിക്കുന്നുണ്ട്. കാണുന്നവൻ അറിയത്തില്ല ഞാൻ പിതാവായ ദൈവവുമായിട്ടുള്ള എൻ്റെ റിലേഷൻ. പക്ഷേ നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, അതാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പുത്രത്വത്തിൻ്റെ അടയാളമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശുവിനെ പരീക്ഷിക്കാൻ സാത്താൻ വന്നപ്പോൾ പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്ക്. അത് നടക്കുകയാണെങ്കിൽ നിനക്കറിയാം ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. നമ്മളോടൊക്കെ പിശാച് പറയും, നീ പ്രാർത്ഥിച്ച ഇൻസ്റ്റൻ്റായിട്ട് അപ്പോൾ തന്നെ സൗഖ്യമാവുകയാണെങ്കിൽ നിനക്കറിയാം നിനക്ക് ദൈവമായിട്ട് ബന്ധമുണ്ടെന്ന്. അല്ലെങ്കിൽ എങ്ങനെയാണ് അറിയുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് അറിയുന്നത്? അതല്ല പുത്രത്വത്തിൻ്റെ തെളിവ്. പുത്രത്വത്തിൻ്റെ തെളിവ് അത്ഭുതമല്ല. കർത്താവിനെ പറഞ്ഞെന്നറിയാമോ? എനിക്കതിൻ്റെ ആവശ്യമില്ല. എന്താണെന്നറിയാമോ? എവരി വേർഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് ദ ലോർഡ് എലിവൻസ് മീ. ഞാൻ ദൈവപുത്രനാണെന്ന് ഞാൻ അറിയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനവും എന്നെ ജീവിപ്പിക്കുന്നു. എനിക്കത് ജീവനാണ്. ഓരോ നിമിഷങ്ങളിലും ഞാൻ എൻ്റെ പിതാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലാണ് കഴിയുന്നത്. ആ പിതാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഞാൻ മകനാണെന്നുള്ള എൻ്റെ ഉറപ്പ്. പ്രിയമുള്ളവരെ, അത്ഭുതമല്ല ഉറപ്പ്, കമ്മ്യൂണിക്കേഷനാണ് ഉറപ്പ്. അതെവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ? ആത്മാവിലുള്ള കമ്മ്യൂണിക്കേഷൻ. എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷനാണ് എന്നെ ഉറപ്പിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഓരോ നിമിഷങ്ങളിലും ഈ പട്ടം പറപ്പിക്കുന്ന കുട്ടിയെപ്പോലെ ആ ബന്ധം വിടാതെ സ്വർഗസ്ഥ പിതാവിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഓരോ നിമിഷങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവേ, ഞാൻ മകനാണ്, ബുദ്ധിയിൽ എനിക്കറിയാം, പക്ഷേ എനിക്ക് അനുഭവിക്കാൻ അത്രയും കഴിഞ്ഞിട്ടില്ല എന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞു പറയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ആ ബന്ധത്തിലേക്ക് വരാനായിട്ട് കഴിയും. ഒരിക്കൽ നഷ്ടപ്പെട്ട പുത്രത്വത്തിൻ്റെ ബന്ധം മടക്കിത്തരാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അവൻ എൻ്റെ കൈ പിടിച്ച് ക്രൂശിൻ്റെ അനുഭവത്തിലൂടെ, രക്തത്തിലൂടെ എന്നെ കടത്തിവിട്ടിട്ട് എന്നെ വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ച പിതാവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ കരം കൊടുത്തത്. അല്ലാതെ പാപിയായിരുന്ന എന്നെ പാപിയായിട്ട് തന്നെ കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയല്ലായിരുന്നു. പാപിയായ എന്നെ വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. അവിടെ ചെന്നപ്പോൾ കർത്താവ് ഒരു ഉടമ്പടിയുമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, നൗ യു ആർ മൈ സൺ, നീ എൻ്റെ മകനാ. തിരിച്ചു ചെന്ന ധൂർത്തുപുത്രന് മോതിരമിട്ട് എൻ്റെ മകനാണ്, അവൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ അവൻ ജീവിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ പിതാവിൻ്റെ അതേ സ്നേഹത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ പുത്രത്വം നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അതാണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു തിരിച്ചറിവ്, ആ പ്രോപ്പറായിട്ടുള്ള ആ ദൈവിക ബന്ധം നമ്മുടെ ആത്മാവിൽ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പുത്രത്വത്തെ തിരിച്ചറിയുന്നത്. ദൈവമായ കർത്താവ്